ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ക്രിയാത്മകമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ദ ലോ ഓഫ് റിതംസ്. നമുക്കറിയാം, പ്രകൃതിക്ക് ഒരു താളമുണ്ട്. ആ താളം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ എവിടെ സ്പർശിച്ചാലും ആ താളം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ ലോ ഓഫ് റിതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളോട് മനോജ് സാർ സംസാരിക്കുന്നത്. സാർ ഒരു പ്രൊഫഷണൽ റിതം മേക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ സയൻസ്? തീർച്ചയായിട്ടും അതിനകത്തൊരു സൈക്കോളജി ഉണ്ട്. അത് നമ്മളിലേക്ക് കൃത്യമായിട്ട് പകർന്നു തരും. സോ സാറിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ സൈക്കിൾ ഓഫ് ലൈഫ്. ഇപ്പോൾ ലൈഫിനെ ബന്ധിപ്പിക്കുന്ന തീർച്ചയായിട്ടും ഈ റിതം കൂടി വരുമ്പോഴാണ് നമ്മൾ സന്തോഷകരമായ ഒരനുഭവത്തിലേക്ക് മാറുന്നത്. സന്തോഷം ചിലപ്പോൾ കൂടിപ്പോകാം, കുറയാം, പക്ഷേ എങ്കിലും ആ സന്തോഷത്തിൻ്റെ അനുഭവം എപ്പോഴും ഈ ഋതത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് സാറിൻ്റെ ക്ലാസ്സിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ നിങ്ങളെല്ലാവരെയും ഈ ഋതത്തിൻ്റെ തലത്തിലേക്ക്, താളത്തിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട മനോജ് സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സബു സാർ. ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിന് താങ്ക് യു. ഞാൻ സാധാരണ ഈ വാട്ടർ തീം ബേസ്ഡ് ക്ലാസ് ഒക്കെ ആയിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന് വ്യത്യസ്തമായ ഒരു ക്ലാസ്സാണ് അവതരിപ്പിക്കാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് ദ ലോ ഓഫ് റിതം. ഇപ്പം ലോ ഓഫ് റിതത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കാവുന്ന കുറേ തത്വങ്ങളുണ്ടല്ലോ. ഒരു 12ഓളം തത്വങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാം. ലോ ഓഫ് ഈ പ്രപഞ്ച സത്യങ്ങളും അടക്കം, സാർവത്രിക നിയമങ്ങൾക്ക് അടക്കം, ഊർജം, അങ്ങനെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ സബ്ജക്റ്റുകളെ കുറിച്ച് നിയമങ്ങൾ പറയാറുണ്ട്. അത് കുറേയൊക്കെ ആധ്യാത്മിക തത്വങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ യാഥാർത്ഥ്യത്തെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചട്ടക്കൂടാണ് ഈ നിയമങ്ങളൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഐക്യത്തോടെയും കൂടുതൽ നല്ല ഉദ്ദേശത്തോടെയും വ്യക്തികളെയൊക്കെ നയിക്കുവാനാണ് ഈ നിയമങ്ങൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ലോ ഓഫ് റിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഗീതം, തത്വചിന്ത, പ്രകൃതി, അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ നിരീക്ഷിക്കപ്പെടുന്ന ഒരു തത്വമായതിനാൽ ദി ലോ ഓഫ് റിതം എന്ന ആശയം പ്രത്യേകിച്ച് ആരും ഇതിനെ ഇൻവെന്റ് ചെയ്ത ഒരു നിയമമല്ല ശരിക്കും. ഇതിന് അങ്ങനെ ഒരു ഉപജ്ഞാതാവുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ ചരിത്രത്തിലേക്ക് പോയാൽ ഇല്ല. ഞാനീ പറഞ്ഞ സാർവത്രിക നിയമങ്ങളിൽപ്പെട്ട 12 നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ സാബു സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് കലയുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. ഞാൻ താളവാദ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന, വർഷങ്ങളോളം ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഞാൻ പ്രോഗ്രാമിനൊന്നും പോകാറില്ല. എങ്കിലും ഈ റിതം എന്നെ എപ്പോഴും ഫാസിനേറ്റ് ചെയ്തിട്ടുള്ള, വളരെ ചെറിയ നാൾ മുതലേ ഫാസിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു സബ്ജക്റ്റിൽ ഞാൻ വന്നതും അതിനെക്കുറിച്ച് കുറച്ച് ഫൈൻഡിങ്സ് ഒക്കെ കണ്ടെത്തിയത്. എനിവേ, ഈ ആശയത്തിന് പുരാതനമായിട്ട് തന്നെ ഒരുപാട് വേരുകളുണ്ട് ശരിക്കും ഈ ലോ ഓഫ് റിതത്തിന്. അത് കാലക്രമേണ പല ചിന്തകന്മാരും അതിനെക്കുറിച്ചൊക്കെ പര്യവേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്, ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പൈതഗോറസ്, പ്ലേറ്റോ തുടങ്ങിയ പുരാതന ഗ്രീക്ക് തത്വചിന്തകർ അവരുടെ കൃതികളിൽ ഈ താളാത്മക തത്വങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംഗീതത്തിൽ സമയം ഈ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അത് എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതിന് പറയുന്നത് മെട്രോണോം എന്നാണ്. മെട്രോണോം ശരിക്കും കണ്ടുപിടിച്ചത് 1814 ഡീട്രീച്ച് നിക്കോളാസ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് കണ്ടുപിടിച്ചത്. അത് പിന്നെ കുറേ രൂപാന്തരങ്ങളൊക്കെ വരുത്തി ജോഹർ മെസോൽ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഈ മെട്രോണോം എന്ന് അറിയപ്പെടുന്ന ഉപകരണം ശരിക്കും ഇന്നത്തെ രൂപത്തിൽ ആക്കിയത്. അതിനകത്ത് സ്ഥിരമായിട്ടൊരു താളം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും മെട്രോണോമിൽ. അത് ഇപ്പോഴത്തെ പല ഉപകരണങ്ങളുണ്ടെങ്കിലും മെട്രോണോം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിനൊരു താളാത്മകമായ ഒരു സ്വിങ് ഉണ്ടാവും. ആ സ്വിങ് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും മ്യൂസീഷ്യൻസ് അതിനെ ഫോളോ ചെയ്യും. ആ താളം ഒരിക്കലും മാറത്തില്ല. അപ്പോൾ അതാണ് മെട്രോണോം. അത് സംഗീതത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ജീവിതത്തിൻ്റെയും
സൈക്കോളജിയുടെയും വിവിധ വശങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ആകർഷണ തത്വം കൂടാണ് ഈ പറയുന്ന ലോ ഓഫ് റിതം. അപ്പോൾ ഇങ്ങനെ ഒരു 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 കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിനുള്ള കാരണം ആ റിതം എപ്പോഴും നമുക്ക് പിന്തുടരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സംഗീതത്തിൽ എന്താണ്, സംഗീതത്തിൽ താളം എന്ന് എല്ലാവരും കേട്ട് കാണുമായിരിക്കും. താളം സംഗീതത്തിൽ പറയുന്നത് അത് ശബ്ദങ്ങളുടെയും നിശബ്ദതകളുടെയും ഒരു പാറ്റേൺ ആണ്. അതൊരു പാറ്റേൺ ആണ് എപ്പോഴും. അതിനകത്ത് ശബ്ദങ്ങൾ കേൾക്കാം, ചിലപ്പോൾ ശബ്ദങ്ങൾ കേൾക്കാതെ ഇരിക്കാം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ. ഇനി നമ്മൾ മറ്റുള്ള സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കിത് നമ്മുടെ പ്രകൃതിയിൽ കാണാം. എങ്ങനെ കാണാം? നമ്മുടെ മാറുന്ന ഋതുക്കൾ കാണാം, വേലിയേറ്റങ്ങളുണ്ട്, ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ട്, അതുപോലെ പകലും രാത്രിയും ഉണ്ട്. ദൈനംദിന ചക്രം ഒരുപാട് ഉദാഹരണങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാം ഒരു സൈക്ലിക് പാറ്റേണിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൻ്റെ സ്വാഭാവിക താളങ്ങളെ നമുക്കിങ്ങനെ വിലമതിക്കാനും ഈ ചക്രങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെടാനും ഈ നിയമം നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ജീവിതം എന്ന് പറയുന്നത് വളർച്ചയുടെയും തകർച്ചയുടെയും സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും നിറഞ്ഞ ചക്രങ്ങൾ നിറഞ്ഞാണ്. അപ്പോൾ ആ പഠനങ്ങളാണ് ശരിക്കും ലോ ഓഫ് റിതം എന്നതിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ ചക്രങ്ങളെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ കൂടുതൽ സ്വീകാര്യതയോടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ഘട്ടങ്ങളെ വിലമതിക്കാനും അതുപോലെ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ നമുക്ക് ക്ഷമയോടും ഊർജ്ജസ്വലതയോടും കൂടി ജീവിതം തുടരാനും ഈ ലോ ഓഫ് റിതത്തിലെ പാറ്റേണുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമാണെന്നാണ് അംഗീകരിക്കപ്പെടുന്നത്. അതിനോടൊപ്പം ഒഴുകാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ദ ലോ ഓഫ് റിതം. ഇനി നമുക്ക് ഈ ലോ ഓഫ് റിതം എന്താണെന്നുള്ളതിൽ കൂടുതൽ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. അപ്പോൾ ഇവിടെ കാണാം സാർ, എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ സാബു സാർ? സാർ ജോസഫ് ജോൺ സാർ, എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അതെ സർ, അതെ സർ, അതെ. Right, okay, right. So then what is the law of rhythm? The law of rhythm is a universal law that suggests everything in existence has rhythmic and natural cycles or patterns. അതാണ് ഈ നിയമം പറയുന്നത്. എന്താണ് താള നിയമം എന്ന് പറഞ്ഞാൽ? പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാറ്റിനും താളാത്മകവും സ്വാഭാവികമായ ചക്രങ്ങളോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു സാർവത്രിക നിയമമാണ് താള നിയമം. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ചേഞ്ചിങ് സീസൺസ്, നമുക്കറിയാം മാറുന്ന ഋതുക്കളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും ഒരു സൈക്ലിക് പാറ്റേണിൽ. അതുപോലെ തന്നെയാണ് ഓഷ്യൻ ടൈഡ്സ് ഉണ്ട്, സമുദ്രത്തിലെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ. നമ്മുടെ ഹ്യൂമൻ ലൈഫ്സിൻ്റെ ഓരോ പല സ്റ്റേജുകളുണ്ട്, അതും സൈക്ലിക്കാണ്. റിതംസ് ഓഫ് അവർ ബോഡീസ്, നമ്മുടെ ശരീരത്തിൻ്റെ താളങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഇമോഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്, വികാരങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും. ഇതിൻ്റെ വേറൊരു ഡയമെൻഷനിൽ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ എന്താണ് ദ ലോ ഓഫ് റിതം എന്ന് നോക്കുമ്പോൾ, ലൈഫ് ഈസ് എ സീരീസ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് ക്യാൻ ഹെൽപ്പ് us navigate through challenges with more areas. ഓക്കെ, അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകളുടെ ഒരു പരമ്പര തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് വെല്ലുവിളികളിലൂടെയൊക്കെ ഈസി ആയിട്ടുള്ള യാത്ര നമുക്ക് കുറച്ചുകൂടെ സുഗമമാകും. അതാണ് ഇത് പറയുന്നത്. Then every rise is followed by a fall and every fall is followed by a rise as well, creating a balanced rhythm. എന്താണ്? ഓരോ ഉയർച്ചയ്ക്കും ശേഷവും ഒരു വീഴ്ചയുണ്ട്, ഒരു വീഴ്ചയ്ക്ക് ശേഷം ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനെ ഒരു സന്തുലിതമായ താളം നമുക്ക് കൊണ്ടുതരുന്നത്. അതാണ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ള അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
ഇനി നമുക്ക് ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പ്രകൃതിയിൽ കാണാം, നമ്മുടെ ജീവിതത്തിൽ കാണാം. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള 1-2 എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സർക്കാഡിയൻ റിതംസ് എന്ന് പറയും. സർക്കാഡിയൻ റിതംസ് എന്താണ്? ദ 24 സൈക്കിൾ റെഗുലേറ്റിംഗ് സ്ലീപ്പ്, അലേർട്ട്നെസ് ആൻഡ് ബോഡിലി ഫങ്ഷൻസ്. അതാണ് സർക്കാഡിയൻ റിതംസ്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ സർക്കാഡിയൻ ഋതത്തിനെ കുറിച്ചൊക്കെ നമ്മൾ 1-2 സീരിയസ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ ഉറക്കം, നമ്മൾ ഉണർന്നിരിക്കുന്നതിന് ജാഗ്രത, അതുപോലെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നിവ നിയന്ത്രിക്കുന്ന ഒരു 24 അവർ സൈക്കിളിലാണ് ശരിക്കും, അല്ലേ? അടുത്ത നമുക്ക് ഈ എക്സാമ്പിൾ നമുക്ക് നേച്ചറിൽ കാണാം. ടൈഡൽ പാറ്റേൺസ്, നമ്മുടെ വേലിയേറ്റ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്? ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ഓഷ്യൻ ടൈഡ്സ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ്. ഗുരുത്വാകർഷണം കാരണം സമുദ്ര വേലിയേറ്റത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും വേറൊരു എക്സാമ്പിളാണ് നേച്ചറിൽ. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ കാണാം സീസണൽ ചേഞ്ചസ് ഉണ്ട്. ദി സൈക്ലിക്കൽ ട്രാൻസിഷൻ ഓഫ് സീസൺസ് അഫക്റ്റിംഗ് എക്കോസിസ്റ്റംസ് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. കാലാനുസൃതമായ മാറ്റങ്ങൾ നമുക്കറിയാം. നമ്മുടെ ആവാസ വ്യവസ്ഥകളുണ്ട്, മനുഷ്യരുടെ പ്രവർത്തനങ്ങളിലേക്ക് ബാധിക്കുന്ന ഋതുക്കളുടെയും ഒരു സൈക്ലിക് പരിവർത്തനമാണ്. ഇനി നമ്മുടെ ജീവിതത്തിലെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമുക്ക് ഈ ലോ ഓഫ് റിതത്തിൽ കൂടെ എന്തൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വി ക്യാൻ സീ ദ ഇമോഷൻ സൈക്കിൾസ്. നമ്മുടെ വൈകാരിക സൈക്കിൾസ് ഉണ്ട്. എന്താണ് ഇമോഷണൽ സൈക്കിൾസ്? ദ നാച്ചുറൽ റിട്രീറ്റ് ആൻഡ് ഫ്ലോ ഓഫ് അവർ മൂഡ്സ് ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ്. നമ്മുടെ മാനസികാവസ്ഥയും വൈകാരിക അവസ്ഥയൊക്കെ ചിലപ്പോൾ പിൻവാങ്ങും, ചിലപ്പോൾ പുറകോട്ട് പോകും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലോയും ഉണ്ട്. അപ്പോൾ അതൊരു ഇമോഷണൽ സൈക്കിളാണ്. അതാണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിലുള്ള ദ ലോ ഓഫ് റിതത്തിൽ വരുന്നത്. അതൊരു സൈക്കിളാണ്. സോ ഇറ്റ്സ് അഗൈൻ ഫോളിങ് ഇൻ ടു ദ ലോ ഓഫ് റിതം. അടുത്തത് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ നോക്കി എക്കണോമിക് സൈക്കിൾസ് വരും. പീരീഡ്സ് ഓഫ് എക്കണോമിക് എക്സ്പാൻഷൻ ആൻഡ് കൊൺട്രാക്ഷൻ സച്ച് ആസ് ബൂംസ് ആൻഡ് റിസഷൻസ്. നമുക്കറിയാം മാർക്കറ്റിലെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ട്. സാമ്പത്തിക ചക്രങ്ങൾ എന്ന് പറയും. സാമ്പത്തിക വികാസത്തിൻ്റെതും സംഭവത്തിൻ്റെ കാലഘട്ടങ്ങൾ. ചിലപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം വലിയ ഉയർച്ചയുണ്ടാവും, അതുപോലെ തന്നെ താഴ്ചയുണ്ടാവും. അതുപോലെ റിസഷൻ എന്ന് പറയും, സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ പറയുന്നതും കാലാകാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മൾ ലാസ്റ്റിൽ ഇപ്പോഴും പല ചെറിയ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയൊക്കെ പിടിയിലാണ് പൊതുവെ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. അതും സൈക്ലിക്കാണ്. കഴിഞ്ഞ 2010 വലിയ രീതിയിൽ ഇത് നമ്മളെ എല്ലാ കൺട്രികളെയും ഇത് അഫക്റ്റ് ചെയ്തിരുന്നു. ഈ എക്കണോമിക് സൈക്കിളിൽ വരുന്നൊരു കാര്യമുണ്ടാണ്. മൂന്നാമത്തേതാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, ബാലൻസിങ് എക്സസൈസ് ആൻഡ് റെസ്റ്റ് ടു മെയിൻറ്റെയിൻ വെൽബീങ്. നമ്മുടെ ശാരീരിക ആരോഗ്യം, നമ്മുടെ ക്ഷേമം നിലനിർത്താൻ നമുക്ക് ചെയ്യുന്ന വ്യായാമവും വിശ്രമവും കൂടെ ആണ് ഇതിനെ നമ്മൾ ഒരു സന്തുലിതാവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതും ലോ ഓഫ് റിതമിൽ പെടുന്ന കാര്യമാണ്. ഓക്കെ, അടുത്തത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു ബാലൻസ് വേണം. ഈ ലോ ഓഫ് റിതമിൽ കൂടെ പോകുമ്പോൾ ആ ലോ ഓഫ് റിതത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു ബാലൻസ് കൂടാണ് നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംബ്രേസിങ് ദീസ് നാച്ചുറൽ റിതംസ് ക്യാൻ ഹെൽപ്പ് മെയിൻറ്റെയിൻ ബാലൻസ് ആൻഡ് ഹാർമണി ഇൻ ലൈഫ്. അതെന്താണ്? വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് എംബ്രേസ് ദീസ് നാച്ചുറൽ റിതംസ്. അതായത് ഈ സ്വാഭാവിക താളങ്ങൾ മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൽ സന്തുലിതാവസ്ഥയെ ഐക്യം നിലനിർത്തുമെന്നാണ് പറയുന്നത്. ഹാർമണി ഇൻ ലൈഫ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അഡ്ജസ്റ്റിംഗ് ഡെയിലി റൊട്ടീൻസ്. നമുക്ക് ഈ ലോ ഓഫ് റിതത്തിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മളുടെ ഡെയിലി റൊട്ടീൻസ് ഉണ്ട്. വി ക്യാൻ അഡ്ജസ്റ്റ് ഡെയിലി റൊട്ടീൻസ്. മാനേജിങ് സ്ട്രെസ് വലിയ ഒരു അഡ്വാൻറ്റേജ് ആണത്. ആൻഡ് പ്ലാനിങ് ഫോർ ലോങ് ടൈം ഗോൾസ്. അപ്പോൾ നമ്മളെന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുന്നത്? നമ്മുടെ ദൈനംദിന ദിനചര്യകളെ ക്രമീകരിക്കാം, സമ്മർദ്ദം കുറയ്ക്കാം, മാനേജിങ് സ്ട്രെസ്. അതുപോലെ നമ്മൾ എല്ലാവർക്കും ഉള്ളതാണ് ലോങ് ടൈം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ദീർഘകാലത്തുള്ള അതിൻ്റെ ലക്ഷ്യങ്ങൾക്കായി ആസൂത്രണം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ പെടുന്നതാണ്.
അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് നോക്കിയാൽ നമുക്ക് വിശദമായിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ലോ ഓഫ് റിതമിൽ വരുന്നതാണ്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിയാത്മക കാലയളവുകൾ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ടിരിക്കുന്നത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലൈഫിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് വിശ്രമമൊക്കെ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിനെ ഉൾപ്പെടുത്തി നമ്മൾ കുറേ ഷെഡ്യൂളുകളൊക്കെ ചെയ്യാറുണ്ട് വർക്ക് ലൈഫ് ബാലൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. ഓക്കെ, പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ് ടു സ്റ്റേ ഇൻ ട്യൂൺ വിത്ത് നാച്ചുറൽ റിതംസ്. അപ്പോൾ നാച്ചുറൽ റിതം എന്ന് പറയുന്ന ഈ പ്രകൃതിയിലുണ്ടായിരിക്കുന്ന സ്വാഭാവിക താളങ്ങളാണ്. അപ്പം അതിനോട് പൊരുത്തപ്പെടാൻ നമുക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. വി ക്യാൻ ഡു മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഗോൾ സെറ്റിംഗ് നമുക്ക് ഇതിൽ കൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രേക്കിംഗ് ഡൗൺ ലോങ് ടേം ഗോൾസ് ഇൻ ടു മാനേജബിൾ ഷോർട്ട് ടേം സൈക്കിൾസ്. ലക്ഷ്യനിർണ്ണയം എന്ന് പറയും, ദീർഘകാല ലക്ഷ്യങ്ങളെയൊക്കെ നമുക്ക് ഒരുപാട് ലോങ് ടൈം ആയിട്ടുള്ള ഗോൾസിനെയൊക്കെ നമ്മൾ ഒന്ന് കട്ട് ഡൗൺ ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് അതിനെ കുറേ സൈക്കിൾസ് ആയിട്ട്, ലോങ് ടൈമിനെ കുറേ ഷോർട്ട് ടൈം സൈക്കിൾസ് ആയിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. ഇനിയും ഹൗ ടു ഹാർനസ് ദി ലോ ഓഫ് റിതം. നമ്മുടെ ജീവിതത്തിൽ ഇതിനെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇത് മോശപ്പെടുത്താതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്പർ 1 ആയിട്ട് വേണ്ടത്, ഇത് ഹാർനസ് ചെയ്യണമെങ്കിൽ, ലോ ഓഫ് റിതമത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ, അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട കാര്യമാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് തീർച്ചയായിട്ടും വേണം. റെക്കഗ്നൈസ് ആൻഡ് ഒബ്സർവ് ദി നാച്ചുറൽ സൈക്കിൾസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു അവബോധമാണ്, നമ്മുടെ തന്നെ ജീവിതത്തിലുണ്ടാവുന്ന ഈ സ്വാഭാവിക സൈക്കിൾസ് നമ്മൾ തിരിച്ചറിയുകയും അതിനെ നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യണം. ദാറ്റ്സ് അവയർനെസ്. അടുത്തതാണ് അതിൻ്റെ അഡാപ്റ്റേഷനാണ്. അഡ്ജസ്റ്റ് അവർ ആക്ഷൻസ് ആൻഡ് മൈൻഡ് സെറ്റ് ടു അലൈൻ വിത്ത് ദീസ് റിതംസ്. അതാണ്. അപ്പോൾ അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം. അപ്പോൾ ഈ താളങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് നമ്മുടെ പ്രവർത്തനങ്ങളും മാനസികാവസ്ഥയൊക്കെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ അവയർനെസ്സിലൂടെ കിട്ടിയ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് പറ്റുള്ളൂ. ഇഫ് യു അഡാപ്റ്റ് ഇറ്റ് ദെൻ യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എംബ്രേസ് ദ ഹൈസ് ആൻഡ് ലോസ് നോയിങ് ദേ ആർ പാർട്ട് ഓഫ് എ ബാലൻസ് ലൈഫ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, അതിനെ നമ്മൾ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ഉയർച്ച താഴ്ചകളൊക്കെ ഒരു സന്തുലിതാവസ്ഥയിലാണ്, അതൊരു ചക്രത്തിൻ്റെ ഭാഗമാണെന്ന് ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവയെ സ്വീകരിക്കേണ്ടതായിട്ട്. അപ്പോൾ അതാണ് അടുത്ത നമ്മൾ പിന്നെ ഇതിന് കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ ലോ ഓഫ് റിതം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പല ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ ഇതിൻ്റെ ഘടകങ്ങളായിട്ട് ഇതിൽ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ തലത്തിലാണ്. അതായത് ശാരീരികവും മാനസികവും ആത്മീയമായ തലങ്ങളിൽ കൂടെയാണ് ഇതിനെ നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ പലപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ പ്ലെയിനിലുള്ള നമുക്കതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഈ സൈക്ലിക് പാറ്റേൺസിൽ ഫിസിക്കൽ പ്ലെയിനിൽ വരുന്ന എന്നത്തെ തലങ്ങൾ എന്തോന്ന് നോക്കിയാൽ, സ്ലീപ്പ് സൈക്കിൾസ്, നമ്മുടെ ഉറക്കം എന്ന് പറയുന്ന ഒരു സൈക്കിളാണ് ശരിക്കും. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ, സർക്കാഡിയൻ റിതംസ്. അപ്പോൾ നമ്മൾ ഈ ഭൗതിക തലത്തിൽ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം ചക്രമാണ്, ഉറക്കചക്രങ്ങൾ എന്ന് പറയാറുണ്ട്. അതൊരു റൊട്ടേഷനിൽ വരുന്ന കാര്യമാണ്. അർത്ഥവ ചക്രങ്ങളൊക്കെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അതും സൈക്കിളാണ്. സർക്കാഡിയൻ റിതത്തെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, അതും ഇതിനകത്ത് പെടുന്ന നമ്മുടെ ഭൗതിക തലത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് എക്സസൈസ് ആൻഡ് റെസ്റ്റും. ബാലൻസിങ് ആക്റ്റീവ് പീരിയഡ്സ് വിത്ത് റെസ്റ്റ് ആൻഡ് റിക്കവറി. നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് വ്യായാമവും അതിൻ്റെ കൂടെ തന്നെ വിശ്രമവും. അപ്പോൾ വിശ്രമവും അതുകൂടെ നമ്മൾ വീണ്ടെടുക്കുന്ന ഉപയോഗിച്ച സജീവമായ കാലഘട്ടങ്ങളെയാണ് നമ്മൾ ഇത് കൂടെ ഇങ്ങനെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്നത്. അടുത്തതാണ് ഇതിൻ്റെ മെൻ്റൽ തലത്തിൽ, മാനസിക തലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനസിക തലത്തിൽ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് ഇമോഷൻസ് ആർ മോസ്റ്റ് ഇഫക്റ്റീവ്. നമുക്കുണ്ടാകുന്ന വൈകാരിക ഏറ്റക്കുറച്ചിലാണ്. സമ്മർദ്ദം ഉണ്ടാവും,
സ്ട്രെസ് ഉണ്ടാവും, നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവും, വികാരങ്ങളുണ്ടാവും. ഇതെല്ലാം ഇതിനകത്ത് വരുന്ന മാനസിക തലത്തിൽ ഉണ്ടാകുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ പീക്സ് ആൻഡ് ചാനൽസ്. മെന്റൽ പെർഫോമൻസ് വേരീസ് ത്രൂ ഔട്ട് ദ ഡേ. ഒരു നമ്മുടെ ഒരു ദിവസത്തിലെ ഒന്ന് നമ്മൾ അവലോകനം ചെയ്ത് നോക്കിയാൽ നമ്മുടെ മെന്റൽ പെർഫോമൻസ് ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. ഓക്കെ, ഇറ്റ് വേരീസ് ത്രൂ ഔട്ട് ദ ഡേ. ഐഡന്റിഫൈങ് പീക്ക് മെന്റൽ ടൈംസ് ക്യാൻ എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ലേണിംഗ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല മാനസികാവസ്ഥ നിൽക്കുന്ന സമയങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, നമ്മുടെ അവയർനെസ് കൂട്ടാം, നമ്മുടെ പഠന വിഷയങ്ങൾക്കൊക്കെ അത് വലുതായിട്ട് സഹായിക്കുകയും ചെയ്യും. അടുത്തതാണ് ഇതിൻ്റെ സ്പിരിച്വൽ പ്ലെയിനിലുള്ള എന്താണ് ഇതിൻ്റെ ആത്മീയ തലത്തിൽ നമുക്ക് ഈ ലോ ഓഫ് ഋതത്തിൽ നിന്നുള്ള എൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഇത് ഇന്നർ ഹാർമണി ഉണ്ടാവും തീർച്ചയായിട്ടും. ദ സ്പിരിച്വൽ ഗ്രോത്ത് ഓഫൺ ഫോളോസ് എ റിഥമിക് പാറ്റേൺ. എപ്പോഴും ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒരു താളാത്മക മോഡലിൽ കൂടാണ് നമ്മളതിനെ പിന്തുടരുന്നത്. ആത്മീയമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും. The spiritual growth often follows a rhythmic pattern with periods of insight and connection followed by contemplation and introspection. അതാണ്. അപ്പോൾ ആത്മീയ തലത്തിൽ നമ്മൾ ഉൾക്കാഴ്ചകളുണ്ട്, പിന്നെ ഒരുപാട് എൻ്റെ ബന്ധത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും ഒക്കെ തുടർന്നുള്ള ധ്യാനവും ആത്മപരിശോധനയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇന്നർ ഹാർമണി നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ സ്പിരിച്വൽ തലത്തിലുള്ള ഒരു പ്രത്യേകത. ഇനി അടുത്തത് ഈ സ്പിരിച്വൽ പ്ലെയിനിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇറ്റ് വിൽ ഗിവ് എ ബാലൻസ് ആൻഡ് ഫ്ലോ. നമ്മൾ ഒരിക്കലും സ്റ്റക്ക് ആവില്ല. ഓക്കെ, എംബ്രേസിങ് ദ ഫ്ലോ ഓഫ് ലൈഫ്സ് അപ്സ് ആൻഡ് ഡൗൺസ് ഫോസ്റ്റേഴ്സ് എ ഡീപ്പർ സ്പിരിച്വൽ ബാലൻസ് ആൻഡ് അക്സെപ്റ്റൻസ്. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളുടെ ഒരു ഒഴുക്കിനെ നമ്മൾ എംബ്രേസ് ചെയ്യുക, അതിനെ നമ്മൾ ആശ്ലേഷിക്കുക എന്ന് പറയുന്നത് ആഴത്തിലുള്ള ആത്മീയ സമുദ്രലയം, അതിൻ്റെ സ്വീകാര്യം നമ്മൾ വളർത്തുകയാണ്, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും അത്. ഇനി നമുക്ക് ഈ നമ്മുടെ ലോ ഓഫ് റിതം നമുക്ക് എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാവുന്നതിനെ കുറിച്ച് ചെറിയ ഒരു എത്തിനോട്ടമാണ് ഇനി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ സ്വാഭാവിക താളത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. Embracing the changes, understand that life's ups and downs are a part of a natural rhythm. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. During tough times, remind yourself that this phase will pass just as good times will come again. എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളതാണ്, ദുഷ്കരമായ സമയങ്ങളിൽ ഈ കാലഘട്ടവും കടന്നു പോകുമെന്ന് നമ്മൾ സ്വയം പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്. അത് നല്ലതാണ്. അങ്ങനെ ഓർമ്മിച്ചാൽ നല്ല സമയങ്ങൾ വീണ്ടും വരുമെന്നുള്ളൊരു ഉൾക്കാഴ്ചയും നമുക്ക് കിട്ടാറുണ്ട്. അടുത്താണ് ബാലൻസിങ് വർക്ക് ആൻഡ് റെസ്റ്റ്. ജസ്റ്റ് ലൈക്ക് സീസൺസ്, അവർ എനർജി ലെവൽസ് ഫ്ലക്ച്വേഷൻ. നമ്മുടെ ഋതുക്കളെ പോലെ തന്നെയാണ് നമ്മുടെ ഊർജ അവസ്ഥയും എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്ലാൻ യുവർ ഷെഡ്യൂൾ ടു ഇൻക്ലൂഡ് ബോത്ത് പ്രൊഡക്റ്റീവ് പീരീഡ്സ് ആൻഡ് റെസ്റ്റ്ഫുൾ ബ്രേക്സ്. അത് നമ്മൾ ഡെയിലി ലൈഫിൽ അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമാണ്. എന്താണ്, നമ്മളെല്ലാവരും ബിസിയാണ്. ഈ വന്ന കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാ തരത്തിലും ബിസിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ക്രിയേറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വിശ്രമമായ ഇടവേളകളും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും നമുക്ക് ഒരുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇമോഷണൽ അവയർനെസ്. റെക്കഗ്നൈസ് ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ്. നമ്മുടെ വൈകാരിക ബോധം എന്ന് പറയുന്നത് അതിനാണ് വൈകാരികമായി ഉയർച്ച താഴ്ചകളാണ് നമ്മൾ തിരിച്ച് അറിയേണ്ടത്. അലോ യുവർ സെൽഫ് ടു എക്സ്പീരിയൻസ് ബോത്ത് വിത്തൗട്ട് ജഡ്ജ്മെന്റ്, നോയിങ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഫ്ലോ ഓഫ് ലൈഫ്. ഇത് ജീവിതത്തിൻ്റെ ഒഴുക്കിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ സ്വയം അറിയണം. നമ്മുടെ ഹൈസും ലോസും എപ്പോഴും വരാം, എപ്പോഴും പോകാം. അപ്പോൾ അത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം അല്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ഗോൾ സെറ്റിംഗ് ആണ്. നമ്മൾ എല്ലാവരുടെയും ഒരു ലക്ഷ്യമുണ്ട്, അതിനെ നമ്മൾ സെറ്റ് ചെയ്യാറുമുണ്ട്.
അപ്പോൾ ആ ഗോൾ സെറ്റിംഗ് നമുക്ക് ഈ നമ്മുടെ ലോ ഓഫ് റിതത്തിൽ കൂടെ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബ്രേക്ക് ഡൗൺ യുവർ ഗോൾസ് ഇൻ ടു സൈക്കിൾസ്. നമ്മുടെ ലക്ഷ്യങ്ങളെയൊക്കെ ചെറിയ ചെറിയ വീണ്ടും ചക്രങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റും. സെറ്റ് ഷോർട്ട് ടൈം ഗോൾസ് ഡെയിലി ആൻഡ് വീക്ക്ലി ദാറ്റ് ബിൽഡ് ടുവേർഡ്സ് ലോങ് ടൈം അച്ചീവ്മെന്റ്സ് റെസ്പെക്ടിങ് ദി നാച്ചുറൽ പ്രോഗ്രഷൻ. അപ്പോൾ എപ്പോഴും ഗോൾ സെറ്റിംഗ് എന്നുള്ളത് പല പഠനങ്ങൾക്കും വിഷയമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു പുരോഗതിയെക്കുറിച്ച് നോക്കുമ്പോൾ സ്വാഭാവിക പുരോഗതിയെ മാനിച്ചുകൊണ്ട് തന്നെ ദീർഘകാല നേട്ടങ്ങളെ നമുക്ക് പെട്ടെന്ന് കൈയടക്കണമെങ്കിൽ അതിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഹ്രസ്വകാല ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ സജ്ജമാക്കിയെങ്കിൽ നമുക്ക് അത് അച്ചീവബിൾ ആയിരിക്കും. ലാസ്റ്റ് വൺ ഈസ് ദ ഫിസിക്കൽ ഹെൽത്ത്. Align your routines with natural rhythms like sleeping and eating at the same time. Follow nature's square such as walking with the sunrise and resting. Okay. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്താണത്? സൂര്യോദയത്തോടൊക്കെ തന്നെ നമ്മൾ ഉണരുക. പലപ്പോഴും അത് സംഭവിക്കാറില്ല ചില പല കാരണങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ സൂര്യാസ്തമനത്തിന് ശേഷവും വിശ്രമിക്കുക തുടങ്ങിയ പ്രകൃതിയുടെ കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പം അതും ഈ സൈക്ലിക് പാറ്റേൺസിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെയൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതും ഈ നിയമത്തിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഹൗ ടു പ്രാക്ടീസ് ലോ ഓഫ് റിതം. എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ കൂടെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ വികാരങ്ങളെയൊക്കെ നമ്മുടെ അതിൻ്റെ പാറ്റേൺ എന്താണൊക്കെ തിരിച്ചറിയുകയും നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാനും മൈൻഡ്ഫുൾ മെഡിറ്റേഷനെ കുറിച്ചുള്ള പല ക്ലാസ്സുകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രാക്ടീസാണ് ലോ ഓഫ് റിതത്തിൻ്റെ. അടുത്ത ജേർണലിംഗ് നമുക്കറിയാൻ പറ്റും. ജേർണൽ എഴുതുന്നവർ പല ആൾക്കാരും ഉണ്ട്. നമ്മൾ ഡയറി എഴുതുന്നതും ജേർണൽ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ഉയർച്ച താഴ്ചകളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെല്ലാം നമ്മുടെ ഊർജ്ജനില, മാനസികാവസ്ഥ, നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്നിവയിലെ പാറ്റേണുകളെല്ലാം നമ്മൾ എഴുതി വെക്കണം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്സ് ആൻഡ് ഡൗൺസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് റൊട്ടീൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. നമ്മുടെ ദൈനംദിന ദിനചര്യകൾ നമ്മുടെ സ്വാഭാവിക താളങ്ങളായി ക്രമീകരിക്കുക. നമുക്ക് റൊട്ടീനായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് നമുക്ക് ഉയർന്ന നല്ല മെൻ്റൽ സ്റ്റേജ് ആയിരിക്കുമ്പോൾ ഉയർന്ന ജോലികളൊക്കെ ചെയ്യാം, ആസൂത്രണം ചെയ്യാം. കുറഞ്ഞ നമ്മുടെ എനർജി ഇച്ചിരി ലോ ആകുന്ന സമയങ്ങളിൽ നമുക്ക് വിശ്രമം ചെയ്യും. അതാണ് നമുക്ക് ഈ റൊട്ടീൻ അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ്, ശാരീരിക വ്യായാമമുണ്ട്. അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നവരുണ്ട്, സ്വിമ്മ് ചെയ്യാൻ പോകുന്നവരുണ്ട്, യോഗയുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ പലതരത്തിലുള്ള ഡാൻസ് പാറ്റേണുകളൊക്കെ ഉണ്ട്, എയറോബിക് ഡാൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനും എല്ലാത്തിനും സൈക്കിളും ഉണ്ട്, അതിനൊരു പാറ്റേണും ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഈ ഇങ്ങനെയുള്ള അപ്സ് ആൻഡ് ഡൗൺസിനെ മാനേജ് ചെയ്യാനൊക്കെ തന്നെ. അടുത്തതാണ് നേച്ചർ കണക്ഷൻ, നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. അത് ലോ ഓഫ് റിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സൂര്യോദയം, അതുപോലെ തന്നെ സൂര്യാസ്തമനയും സൺസെറ്റും സൺറൈസും ഒക്കെ വേലിയേറ്റ ചലനങ്ങൾ നിരീക്ഷിക്കുക. അതെല്ലാം ഒരു താളത്തിലാണെന്ന് നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിന് സമയം ചെലവഴിക്കുന്നതൊക്കെയും തന്നെ ഈ ലോ ഓഫ് റിതത്തിൻ്റെ പാറ്റേണിൽ പെടുന്ന പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഹെൽത്തി ഈറ്റിംഗ്, അതാണ് പലപ്പോഴും നമുക്കൊന്നും പറ്റാത്ത ഒരു കാര്യം. ആരോഗ്യകരമായ ഭക്ഷണ ശൈലി നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഈ താളത്തെ പിന്തുണയ്ക്കുന്ന എല്ലാ ദിവസവും സ്ഥിരമായ സമയങ്ങളിൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ആരോഗ്യം മെച്ചപ്പെടുമെന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീപ്പ് ഹൈജീൻ പലപ്പോഴും നമ്മളിലൊക്കെ താളം തെറ്റിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് വളരെ ഹെൽത്തി ആണെന്നാണ് പറഞ്ഞ് ഡോക്ടേഴ്സ് അടക്കം എല്ലാവരും നമ്മളെ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഒരേ സമയത്ത് തന്നെ
ഉണരാനും ഉറങ്ങാനും ഉണരാനും ഒക്കെയുള്ള ഒരു സൈക്കിളുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ അവയർനെസ്, നമ്മുടെ വൈകാരിക അവബോധം എന്ന് പറയും. മുൻവിധിയില്ലാതെ വൈകാരിക ഉയർച്ച താഴ്ചകളൊക്കെ അനുഭവിക്കുക. ഈ ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികം, അത് വളരെ മൊമെൻ്ററി ആണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഇമോഷണൽ അവയർനെസ് ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ വേണ്ടതാണ് നമുക്കൊരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ ആന്തരിക താളങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ നമുക്ക് പലർക്കും മ്യൂസിക് അറിയാവുന്നവരാണ്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ നമ്മളെ മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് നമ്മുടെ ജോസഫ് ജോൺ സാറൊക്കെ പല വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ ഈ ലോ ഓഫ് ഋതത്തിൽ കൂടെ അതെങ്ങനെ നമ്മുടെ വൈകാരിക മാനസിക തലങ്ങളെയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള വലിയ ഉദാഹരണങ്ങളാണ്. സാർ കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ക്ലാസ് എടുക്കുന്നു. ലാസ്റ്റിലെയാണ് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. സോറി, നമ്മുടെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. ആഴത്തിലുള്ള ശ്വസനം, ജിമ്മിൽ പോകുന്ന ആക്ടിവിറ്റികൾ നമുക്ക് അതിൻ്റെയൊക്കെ സമതുലിതാവസ്ഥ, ചിലർ സീനറികൾ കാണാനായിട്ട് പോകാറുണ്ട്. അതെല്ലാം പ്രകൃതിയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം കൂടെ ഒരു ഫൈനൽ തോട്ട്സ് ആയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഇത്രയും നേരം പറഞ്ഞത്, ദ ലോ ഓഫ് ഋതത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഞാൻ മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹാർനസിങ് ദീസ് റിതംസ് we can lead more harmonious and fulfilling lives. അപ്പോൾ ഈ താളങ്ങൾ, പ്രകൃതി താളങ്ങളും നിയമങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് സംതൃപ്തമായ ഒരു ജീവിതം എത്തിപ്പെടാൻ കഴിയുമെന്നാണ് നമ്മൾ ഇതുവരെയുള്ള ഈ സബ്ജക്റ്റിലൂടെ ഒക്കെ പോയപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ അതിനെ ആ സൈക്കിളുകളെ കുറിച്ച് റെക്കഗ്നൈസേഷൻ വേണം. വി ഹാവ് ടു റെക്കഗ്നൈസ് ദ സൈക്കിൾസ്, ആൻറ്റിസിപ്പേറ്റ് ആൻഡ് അഡാപ്റ്റ് ടു ചേഞ്ചസ്, എംബ്രേസ് ദ നാച്ചുറൽ എബ് ആൻഡ് ഫ്ലോ ഓഫ് ലൈഫ്. മാറ്റങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, അക്സെപ്റ്റ് ദ ചേഞ്ചസ്, മാറ്റങ്ങൾ മുൻകൂട്ടി കാണണം, അതിനുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യണം. മെയിൻറ്റെയിൻ ബാലൻസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബാലൻസിനെ കുറിച്ച്. മെയിൻറ്റെയിൻ ബാലൻസ് ആൻഡ് ഹാർമണി, ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഉയർച്ചയും ഒഴുക്കും ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫിസിക്കൽ ഹെൽത്ത്, ഇമോഷണൽ വെൽബീയിങ് ആൻഡ് ഓവറോൾ ഫുൾഫിൽമെൻറ്റ്. നമ്മുടെ ശാരീരിക ആരോഗ്യം, വൈകാരിക ക്ഷേമം, ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്തതിൽ കിട്ടുന്നത് നമുക്ക്. അതുപോലെ തന്നെയാണ് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇമോഷണൽ സൈക്കിൾസ് ഉണ്ട്, നമ്മുടെ വൈകാരിക ചക്രങ്ങൾ. അതുപോലെ നമ്മുടെ ലോങ് ടേം ഗോൾസിനെ നമുക്ക് അതിൻ്റെ പൂർത്തീകരണത്തിന് നമ്മൾ ഈ പറയുന്ന ഇതെല്ലാം അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ അത് തീർച്ചയായിട്ടും നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അച്ചീവ് ഗ്രേറ്റർ സക്സസ് ആൻഡ് ഹാപ്പിനെസ്, ജീവിതത്തിലെ ഉയർച്ചകൾ നമുക്ക് അംഗീകരിക്കുക. അക്സെപ്റ്റിംഗ് ദ ഹൈസ് ആൻഡ് ലോസ് ഓഫ് അവർ ലൈഫ്, ആന്തരിക സമാധാനവും ഒക്കെ നമുക്ക് പുനർജീവനവും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ അംഗീകരിക്കുക. മാറുന്ന സാഹചര്യങ്ങളെ നമ്മൾ പൊരുത്തപ്പെടുക, അതാണ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ലാസ്റ്റിലേത് ഫോസ്റ്റർ റെസിലൻസ് ആൻഡ് ഇന്നർ പീസ്, നമ്മുടെ ആന്തരിക സമാധാനവും പുനർജീവനവും വളർത്തുന്നതിനും ഈ പറയുന്ന ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഈ ലോ ഓഫ് ഋതത്തിൽ കൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നന്ദി പറയുന്നു. ഈ ലോ ഓഫ് ഋതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് എനിക്കറിയാവുന്ന എൻ്റെ തിരച്ചിലിൽ കൂടി, എൻ്റെ അറിവിൽ കൂടി കണ്ടെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്ത്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരു താങ്ക് യു പറയുന്നു. ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. സാർ, അതിന്റെ കണ്ടിന്യൂഷൻ എന്താ ഉള്ളത് നമ്മുടെ പറയും? കണ്ടിന്യൂഷൻ നമുക്ക് വേറെ ഒരു ലോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഇത് ലോ ഓഫ് ഋതമല്ല, ഞാൻ ഈ പറഞ്ഞ 12 നമ്മൾ ഈ പറഞ്ഞ നിയമങ്ങളിൽ അടുത്ത വേറൊരു നിയമവുമായിട്ട് നമുക്ക് അടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതേ സബ്ജക്റ്റിൽ ഇതിൽ പോലെ തന്നെ നമുക്ക് അടുത്ത തിങ്കളാഴ്ചയും നമുക്ക് എടുക്കാവുന്നതായിരിക്കും.
ഓക്കെ സാർ, താങ്ക് യു. സോ ലോ ഓഫ് റിതം തീർച്ചയായിട്ടും നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്നും അതിന്റെ വൈബ്രേഷൻസ് എങ്ങനെയാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഉലയനാൻ സാർ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ആദ്യത്തെ 8 മിനിറ്റ് ഞാൻ കേട്ടില്ല. പക്ഷെങ്കിലും ലോ ഓഫ് റിതം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളിലും ഈ റിതംസ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഫോളോ ചെയ്യുന്നുണ്ട്. റിതം എവിടെയെങ്കിലും തെറ്റുമ്പോഴാണ് നമുക്ക് പിന്നീടുള്ള ആ ദിവസങ്ങൾ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടുന്നത് വരെയുള്ള നിമിഷങ്ങൾ, മണിക്കൂറുകൾ നമ്മളിൽ നിന്ന് എന്തോ നഷ്ടം സംഭവിച്ചു നമുക്കത് റീകൂപ്പ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഈ ഗോൾ ഫൈനലൈസ് വഴിയിൽ വെച്ച് നമുക്ക് ഗോൾ സെറ്റ് ചെയ്തു, നമ്മൾ പക്ഷെ ഇടവഴിയിൽ വെച്ച് ഇറങ്ങേണ്ടി വരുന്നു, അല്ലെങ്കിൽ തടസ്സം സംഭവിക്കുന്നതൊക്കെ ഈ സൈക്കിളുമായി ഒത്തുചേരാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് പ്രകൃതിയുമായി നമ്മുടെ എന്താണ് പ്രകൃതിയുമായിട്ടുള്ള റിതംസിലൂടെ കടന്നു പോകാൻ കുറെ പ്രയാസങ്ങളുണ്ട്. ഇത് തിയറി പറയുന്നത് പോലെ പ്രായോഗികമാക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ അക്സെപ്റ്റ് ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ ഈ റിതംസ് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തെ വിഷമം മാറ്റി നിർത്തിക്കൊണ്ട് ഒടുക്കത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കണ്ടന്റഡ്, ഒരു സാറ്റിസ്ഫൈഡ് ലൈഫിലേക്ക് പോകാൻ കഴിയും എന്നാണ് മനോജ് സാറ് ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി നന്നായി ക്ലാസ് വളരെ ഫ്രീ ആയിട്ട് വളരെ സ്ലോ മോഷനിലാണ് സാറ് പോകുന്നത്. സാറിന്റെ ക്ലാസ്സിനോട് അതുപോലെ തന്നെ സമയം തന്നുകൊണ്ട് എന്താ സാർ, സാറിന്റെ ക്ലാസ്സിന് ഒരു താളത്തിലാണ് നമ്മൾ മുന്നേറിയത്. അതെ 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 അല്ല, ആ താളത്തിനൊപ്പം നമ്മൾ പോകും സാർ. നല്ലൊരു പാട്ട് കേൾക്കും, നമ്മളറിയാതെ, നമുക്ക് താളമൊന്നും അറിയില്ലെങ്കിലും അതിന്റെ ഋതത്തിലേക്ക് നമ്മുടെ വിരലുകളും മനസ്സുകളും ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു ക്ലാസ് തന്ന് മനോജ് സാറിന് വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. ഓക്കെ സാർ. ജോസഫ് സാർ കേൾക്കുന്നുണ്ടോ? ജോസഫ് ജോൺസൺ. കേൾക്കാം സാർ, കേൾക്കാവോ? യെസ് സാർ, കേൾക്കാം. അപ്പോൾ ഉലയനാൻ സാറ് പറഞ്ഞതുപോലെ ഒരു താളാത്മകമായ ഒരു ക്ലാസ് ആയിരുന്നു സാറിൻ്റേത്. ആ താളത്തിനൊത്ത് ഞങ്ങൾ അങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. ഈ യൂണിവേഴ്സ് തന്നെ താളാധിഷ്ഠിതമായിട്ടല്ലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നില്ല പ്രപഞ്ചം. അപ്പോൾ നമ്മളും പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോം എന്ന് പറയാം. നമ്മുടെ ഉള്ളിലും പ്രപഞ്ചത്തിൻ്റെ ഒരു താളമുണ്ട്, ജീവിത താളമുണ്ട് അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കി, പ്രകൃതിക്കുണ്ട് സാർ പറഞ്ഞു സീസൺ, അതുപോലെ തന്നെ വേലിയേറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ, അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതം വളരെ സുന്ദരമാകും. അപ്പോൾ ഈ ഋതത്തിന് അത്രയധികം പ്രാധാന്യമാണ്. മ്യൂസിക്കും ഋതവും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ മ്യൂസിക് ചെയ്യുന്ന പല ഗുണങ്ങളും താളത്തിൻ്റെ സംഭാവനയാണ്. പാറ്റേൺസ് വരുന്നത് അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷനെ, നമ്മുടെ മെൻ്റൽ ഫാക്കൽറ്റിയെ സ്വാധീനിക്കുന്നത്, ഇതൊക്കെ താളവും ചെയ്യുന്നുണ്ട് മ്യൂസിക്കിനെ പോലെ തന്നെ, അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഒരു ഘടകമായി നിന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിത് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇന്ന് വളരെ മനോഹരമായിട്ട്, വളരെ വിശദമായിട്ട് സാറ് ക്ലാസ് എടുത്തു. അതിൽ മനോജ് സാറിനെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു അല്ലേ, നമ്മുടെ അലേർട്ട്നെസ് കൂട്ടുന്നു, ഇതൊക്കെ താളം ചെയ്യുന്ന ഗുണങ്ങളാണ്. ആ താളത്തെ നമ്മളിങ്ങനെ അലേർട്ട്നെസ്സോടുകൂടി ശ്രദ്ധിക്കുന്നു. അങ്ങനെ
നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഇങ്ങനെ എല്ലാ ഘടകങ്ങളെയും നിയന്ത്രിക്കാൻ കേൾപ്പുള്ള ഒരു കാര്യമാണ് താളം എന്ന് നമ്മൾ മനസ്സിലാക്കി. താങ്ക് യു മനോജ് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സാർ. ജോർജ് അച്ഛാ, ഇംഗ്ലണ്ടിലെ താളത്തെ കുറിച്ചൊന്ന് പറയൂ. ഹായ്, താങ്ക് യു സാബ് സാർ. ഇംഗ്ലണ്ടിലെ താളങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയാനാവില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. മനോജ് സാർ, കൺഗ്രാജുലേഷൻ സാർ. സാറിൻ്റെ സാറ് പറഞ്ഞല്ലോ, ആ താളത്തിനൊത്ത് സാറിനും ഒരു താളാത്മകമായ ഒരു ശൈലിയുണ്ട്. മൃദു ഭാഷണം, മിതഭാഷണം, അതിൻ്റെ ആ താളത്തിനൊത്തായിരുന്നു ക്ലാസ്. കണ്ടിന്യൂസ് ടാപ്പ് തുറന്നിട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ധാരധാരയായി ഒഴുകുക. അങ്ങനെ പിന്നെ എനിക്കത് മനസ്സിലായി. ഞാൻ ഉൾക്കൊണ്ട ഒരു കാര്യം പറയട്ടെ. പ്രപഞ്ച സത്യങ്ങൾ, അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ ഈ ലോകത്ത് എല്ലാവർക്കും ശരിയായ ശരികളുള്ളൂ. ബാക്കി പലതും ആപേക്ഷികമാണ്. സ്ഥലകാല ഭേദം അനുസരിച്ച്, സംസ്കാരം അനുസരിച്ച്, വിദ്യാഭ്യാസം അനുസരിച്ച് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് മാറുന്നതല്ല. ഈ പ്രപഞ്ച താളങ്ങൾ മാറുന്നില്ല. ജീവനുള്ളിടത്തോളം പ്രശ്നങ്ങളുണ്ട് മനുഷ്യന്, യാതൊരു സംശയമില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ ഇതുപോലെ താളാത്മകമായി കൈകാര്യം ചെയ്ത കുറച്ച് മനസ്സമാധാനം, ഒരു മനസ്സുഖം അനുഭവിക്കാനായിട്ട് ഈ തിരിച്ചറിവ് ഉപകാരപ്പെടും, യാതൊരു സംശയമില്ല. എല്ലാ രംഗത്തും മാനസികമായി, ശാരീരികമായി, ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം, സാമ്പത്തിക കയറ്റിറക്കങ്ങൾ, അതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് തന്നെയാണ്. ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളവരെ അതിനകത്ത് ലയിക്കുന്നുള്ളൂ. ഷെയർ മാർക്കറ്റിലുള്ള ആ വീഴ്ച കാഴ്ചകൾ, ആ ഗ്രാഫ് ഇങ്ങനെ പലപ്പോഴും പലരും അങ്ങനെ അതിൽ പെട്ടുപോയവരുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ, അതുപോലെ രോഗ സാഹചര്യങ്ങൾ, ചിലപ്പോഴൊക്കെ എല്ലാം തീർന്നു എന്ന് കരുതി നിരാശ തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ട്. എല്ലായിടത്തും ഈ പ്രതിസന്ധിയും കഴിഞ്ഞു പോകും. ഈ സാഹചര്യവും മാറിക്കിട്ടും. അപ്രതീക്ഷയ്ക്ക് വേഗം നൽകുന്ന വിധത്തിൽ ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് വലിയ ഗുണം ചെയ്യും, യാതൊരു സംശയമില്ല. ആ വിധത്തിൽ ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു. ഞാനും അതിനെ കുറേയൊക്കെ ഉള്ളിലാക്കിയിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോ സാർ. റോയ് സാർ. വേറെ ഈ പ്രകൃതിയുടെ താളങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനുഷ്യന് അത് അതിജീവിക്കാൻ പറ്റുകയില്ല, അതോടൊപ്പം ജീവിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ ഇതുപോലെ താളഭേദങ്ങൾ വരുന്നു. ഈ പ്രകൃതിയിലെ പോലെ തന്നെ ഉണ്ടാകുന്ന ഈ താളഭേദങ്ങൾ, അതായത് ഉയർച്ചയും താഴ്ചയും എല്ലാം ഇതിനകത്ത് വരും. അതെല്ലാം മനസ്സിലാക്കി അതോടൊപ്പം ജീവിക്കുന്നതോടുകൂടി ആ താളത്തിൽ ജീവിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് സന്തോഷമായ ജീവിതം കൊണ്ടുപോകാമെന്നാണ് ഈ ലോകകൃതത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ശരിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പല അവസരങ്ങളിലും ഇതുപോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ വറീഡാവും, ആങ്സൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ വൈകാരികമായ സംഘടനകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരവസാനമുണ്ട്. അതായത് ഉയർച്ച വരുമ്പോൾ താഴ്ച പ്രതീക്ഷിക്കണം, അതുപോലെ തന്നെ താഴ്ച വരുമ്പോൾ ഉയർച്ചയും ഉണ്ടാകും എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ പ്രകൃതിയുടെ താളവുമായി ലയിച്ചൊരു ജീവിതം കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുമാത്രം പ്രായോഗികമാക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം. അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേൽക്കുക, സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ കഴിഞ്ഞ് അതുപോലെ എന്തുമാത്രം കൊണ്ടുപോകാൻ പറ്റും ഈ മോഡേൺ ലൈഫിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും കഴിയുന്നതും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ തന്നെ ജീവിതത്തിലെ ആ താളം വളരെ ഇതായി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി തന്നതിന് വളരെയധികം സന്തോഷം. കാരണം ഈ വഴിക്ക് നമ്മൾ ചിന്തിക്കാറില്ല, എങ്കിലും അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് തന്ന
മനോജ് കുമാർ സാറിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ഓക്കെ, വിൻസെന്റ് സാർ, അനിൽകുമാർ സാർ, ഉഷ മാം, മർജ്യോതി മാം. ഗുഡ് ഈവനിങ് സർ. ലോ ഓഫ് റിതം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ഒരു ചെറിയ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണെന്ന് അറിയാനായിട്ട്. ഞാൻ കേട്ടിട്ടില്ല ഇതിനു മുമ്പായിട്ട്. എനിവേ താങ്ക് യു സാർ, വളരെ നല്ല ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന എല്ലാവരും പറഞ്ഞ പോലെ തന്നെ താങ്കളൊരു മിതഭാഷയാണ്. അതുപോലെ തന്നെ ആ സംസാരത്തിൽ സാധാരണ നമ്മുടെ ജോസഫ് സാറൊക്കെ പറയാറുണ്ട് പാട്ടിൽ ആരോഹണം അവരോഹണം ഉണ്ടാവും. താങ്കളുടെ സംസാരത്തിൽ ആരോഹണം അവരോഹണം ഉണ്ടായിരുന്നില്ല, ഒരേ രീതിയിലാണ്. പക്ഷെ അതിനൊരു താളം ഉണ്ടായിരുന്നു. നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം മിടിപ്പിന് പോലും ഒരു ചെറിയ താളമുണ്ട്. ആ താളം തെറ്റുമ്പോഴാണ് ഹൃദയത്തിന് വേണ്ട മെഡിക്കേഷനും പരിചരണമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ജീവിതത്തിന് തന്നെ സാധു പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഒരു ചിട്ടയായിട്ടുള്ളൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഈ താളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലത്ത് എണിക്കണ സമയത്തും കിടക്കണ സമയത്തും കൃത്യമായ ഒരു സമയം നമ്മൾ അത് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അതുപോലെ എക്സസൈസും എല്ലാ കാര്യങ്ങൾക്കും ചിട്ട വരുത്തുമ്പോൾ നമ്മുടെ ജീവിതവും സുന്ദരവും നമ്മുടെ ശരീരവും എല്ലാം നമുക്ക് വളരെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും വളരെ നന്ദി സാറ്, വളരെ നല്ലൊരു മെസ്സേജ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. മർജ്യോതി മാം. യെസ് സാർ, താങ്ക് യു സാർ. മനോജ് സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതല്ല, ഒരു ഐ ഓപ്പണിംഗ് ക്ലാസ് എന്ന് പറയാം. അതായത് ശരിയല്ലേ, അതായത് ഇന്ന് ലോകത്തില് നടക്കുന്ന, അതായത് ഈ നമ്മളെ ഇത്രേ രോഗികളെ സൃഷ്ടിക്കുന്നത് നമ്മളെല്ലാം ഋതം തെറ്റിക്കുന്നതുകൊണ്ടാണെന്നുള്ള നിസ്സംശയം തെളിയിക്കുകയാണ്. ശരിയല്ലേ? ശരിക്ക് നമ്മളെല്ലാരും ഇപ്പോഴുള്ള പുതിയ തലമുറ പ്രത്യേകിച്ചും രാത്രി മുഴുവൻ ഉറക്കൊഴിയുക, പകല് കിടന്നുറങ്ങുക, ഇതൊക്കെ ശരിക്കും നമ്മൾ ഋതം തെറ്റിച്ച് ചെയ്യുന്നത് വളരെ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് പുതിയ തലമുറയെ ശരിക്കും അവരെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഹലോ സാർ. മോഹൻദാസ് സാർ. സാർ ഓക്കെ. എന്തായാലും മനോജ് സാറിൻ്റെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. നമുക്ക് നല്ല ഒരു അവയർനെസ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുഖേന നമുക്കെല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. നമ്മളെ താളാത്മകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ടഫ് ടൈംസും ഈ ഗുഡ് ടൈംസും ഉണ്ട് എന്നുള്ള കാര്യം സാധാരണ പക്വതയില്ലാത്ത സ്ത്രീകളും ചെറുപ്പക്കാരും ഒക്കെ തോന്നാറുണ്ട്. അതിൻ്റെ ഫലമല്ലേ ഇപ്പം പല ആത്മഹത്യകളും ഒക്കെ നടക്കുന്നത്. ഇത് അവർക്ക് ഈ ഒരു കാര്യം തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്ത് 1-2 പ്രാവശ്യമായിട്ട് സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പോഴുള്ള ഈ ദുഃഖങ്ങൾ മാറും, ടഫ് ടൈംസ് മാറി ഗുഡ് ടൈംസ് വരും എന്നുള്ളൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത് ജീവിതത്തിൻ്റെ ഒരു ഒരു ഭാഗമാണ്. സാറിൻ്റെ ഒരു വായിൽ തന്നെ പറയുന്നുണ്ട്, ലൈഫ് ഈസ് എ സീരീസ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അതാണ് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മനോജ് സാർ ഈ ക്ലാസ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വിജയങ്ങളും അതോടൊപ്പം തന്നെ ഹാപ്പിനെസ്സും ഉണ്ടാകാൻ ഈ താളാത്മകതയെ പറ്റി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടും, സന്തോഷകരമായ ഒരു ജീവിതം കിട്ടും. അങ്ങനെ പ്രകൃതിയോട് ഒത്തിണങ്ങി നമുക്ക് ജീവിക്കാൻ സാധിക്കും. കീപ് എബ്രസ്റ്റ് വിത്ത് ദിസ് ചേഞ്ചിങ് കണ്ടീഷൻസ് ഇൻ ദ യൂണിവേഴ്സ്. നമ്മൾ പ്രകൃതിയോട് മനസ്സിലാക്കി പ്രകൃതിയോടൊത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളത് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എങ്കിലും നല്ല ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാ വിജയങ്ങളും എല്ലാ ആശംസകളും. പവർ ടു സാവു സാർ. മോഹൻദാസ് സാർ കേൾക്കാമോ? ഞാൻ പുറത്താണ് സാറേ. ഓക്കെ സാർ, ഓക്കെ. ജോർജ് അച്ഛാ കേൾക്കുന്നുണ്ടോ? ഉഷ മാം. താങ്ക് യു. ജോർജ് അച്ഛൻ പറയുന്നുണ്ടോ? ഇല്ല, ഉഷ മാം പറയും. എല്ലാവർക്കും നമസ്കാരം. മനോജ് സാറിന്റെ വളരെ താളാത്മകമായിട്ടുള്ള ഒരു ക്ലാസ്സിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രകൃതിയിലെ
ഋതുക്കൾ എങ്ങനെയാണോ മാറി മാറി വരുന്നത്, അതുപോലെ തന്നെ അപ്സ് ആൻഡ് ഡൗൺസും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കടന്നു വരുന്നു, അവയെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, എങ്ങനെ സമീപിക്കാം, അവയെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു റിതമിക് ആയിട്ടുള്ള ഒരു രീതിയിൽ സാർ അവതരിപ്പിക്കുകയുണ്ടായി. അത് ഫിസിക്കൽ, മെന്റൽ, അതുപോലെ സ്പിരിച്വൽ, അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ബാലൻസിങ് ടെക്നിക്സുകളാണ് സാറ് ഈ ലോ ഓഫ് റിതംസിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അതായത് മെന്റൽ പ്ലെയിനിലും അതുപോലെ ഇമോഷണൽ, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ പ്ലെയിനുകളിൽ എങ്ങനെയാണ് നമുക്ക് ലോ ഓഫ് റിതംസ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് സാറ് നമുക്ക് ക്ലാസ് എടുത്തു തന്നത്. നമുക്ക് പ്രകൃതി നമുക്ക് എല്ലാ രീതിയിലും സന്തോഷിക്കാൻ പറ്റുന്ന, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും നേച്ചർ കോണ്ടാക്ട്, നമ്മളിന്ന് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തതയും സന്തോഷവും നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തണുപ്പുകാലത്താണേലും മഞ്ഞണിഞ്ഞ നിൽക്കുന്ന മലനിരകളും അതുപോലെ തന്നെ പുൽക്കൊടികള്, പക്ഷികൾ കൊണ്ട് പറന്നു പോകുന്നത്, എവിടെയും നമുക്ക് കാഴ്ചകൾ നമ്മളെ മനസ്സിന് ശാന്തതയും സന്തോഷവും തരുന്നത് തന്നെയാണ്. നമുക്ക് പക്ഷെ അതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സമയമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയുള്ള ഒരു കുറവുകളിലൂടെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് മനുഷ്യർ കടന്നു പോകുന്നതെന്ന് തോന്നുന്നു. അപ്പ് ആൻഡ് ഡൗൺസ് വരുന്നതും അവയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും നമ്മളെ ബാധിച്ചിരിക്കുന്നത്. ഒരിക്കലും അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന് ബീർബലിനോട് പറയുകയുണ്ടായി, കഥ എനിക്ക് ഓർമ്മ വരുന്ന ഇപ്പോ. അദ്ദേഹം പറഞ്ഞത്, ഒരു വാചകം ചുമരിൽ എഴുതണം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, സന്തോഷമുള്ളപ്പോൾ അതിലേക്ക് നോക്കിയാൽ ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷം തോന്നുന്നതുമാകണം ആ വാചകം എന്നാണ് അക്ബർ ചക്രവർത്തി പറഞ്ഞത്. അപ്പൊ ബീർബലിന് അറിയാം അത് എഴുതിയത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് അത് തല വെട്ടി കളയുന്നുള്ള ഒരു അങ്ങനത്തെ ഒരു കാലത്താണല്ലോ ഇങ്ങനെ ഒരു അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. പക്ഷെ ബീർബൽ എഴുതിയത് ഈ സമയവും കടന്നു പോകും എന്നായിരുന്നു. അതെ, ഈ സമയവും കടന്നു പോവുക തന്നെ ചെയ്യും. നമുക്ക് കഷ്ടപ്പാടുകൾ ഉള്ളപ്പോഴും സങ്കടങ്ങൾ ഉള്ളപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോഴെല്ലാം നമുക്ക് ഈ ഒരു വാചകത്തിലൂടെ മാത്രം നമുക്ക് ആശ്വാസവും പ്രതീക്ഷയും എല്ലാം നൽകുന്ന ഒരു വാക്കുകളായിരിക്കും ഇത്. അതുപോലെ തന്നെ നേച്ചർ കണക്ഷൻ, രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ സൂര്യാസ്തമയത്തിന് ശേഷം വിശ്രമിക്കുക എന്നുള്ള ഒരു പാറ്റേണിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ചിലർക്കെല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കെല്ലാം അങ്ങനെ ചെയ്യാം. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് താളം നമുക്ക് കയ്യെത്തി പിടിക്കുന്ന ദൂരത്തുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കുടുംബത്തിലും ആ ഒരു താളം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അത് പിന്നീട് നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക്, നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഒക്കെ നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ താളം മനോഹരമാവട്ടെ. മനോജ് സാറിന് ഒരുപാട് നന്ദി. ഇപ്പൊ വിങ്സ് ഓഫ് ലൈഫ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ താളം നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും അവസരമുണ്ട്. നമ്മളെല്ലാവരും കൂടി കൂടുമ്പോഴാണ് വിങ്സ് ഓഫ് ലൈഫിന്റെ താളം ഏറ്റവും യോജിച്ചതാവുന്നത്. അതുപോലെ തന്നെ മനോജ് കുമാർ സാറിന് ഒരു വലിയൊരു പാർട്ടാണ് ഈ വിങ്സ് ഓഫ് ലൈഫ് എന്ന പ്ലാറ്റ്ഫോമിന്റെ താളം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിലുള്ളത്. സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു മനോജ് സാർ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു ഷോണ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സാറേ, സത്യത്തില് ഈ പ്രകൃതിയുടെ താളം നശിപ്പിക്കുന്ന മനുഷ്യന്റെ താളത്തെ കുറിച്ച് കൂടെ ഒരു ക്ലാസ് വേണ്ടത്. തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് ഹിഡനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ്, മനുഷ്യ സഹജം തന്നെയാണല്ലേ. അല്ല, മനുഷ്യർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കിക്കാണുമ്പോൾ പ്രകൃതിയിലെ മറ്റൊന്നും പ്രകൃതി നിയമങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പോകുന്നില്ല, മനുഷ്യർ മാത്രമേ പോകുന്നുള്ളല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം സാർ. എന്തൊക്കെയാണ് താളം എന്നുള്ളത് താളപ്പിഴയായി പോകും ഇല്ലേ സാർ? അതെ അതെ അതെ. അല്ല, ഈ ആവാസ വ്യവസ്ഥയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിയമങ്ങളും അതിനൊക്കെ എതിരായിട്ട് ജീവിക്കുന്നത് അല്ലേ മനുഷ്യന്മാര് ഉള്ളൂ. പക്ഷിമൃഗാദികൾക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഒരു നിയമവും ഒരിടത്തും തെറ്റിക്കാതാണ് അല്ലേ. അതാണല്ലോ പ്രകൃതി എന്ന് നിലനിൽക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ.
അപ്പോൾ അങ്ങനെ ഒരു അവബോധം മനുഷ്യർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശ്വസിക്കാം തൽക്കാലം. മനോജ് ജോഷി സാർ സാർ ആ പറയൂ. മനോജ് സാറെ വളരെ അഭിനന്ദനങ്ങൾ. ഓക്കെ ഈ സാർ, താങ്ക് യു. വിഷയത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക കൗതുകം തോന്നി. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം എത്രമാത്രം വിപുലമാവുന്നു വിഷയത്തിന്റെ ഭംഗി കൊണ്ട്, ആധികാരികത കൊണ്ട്, ചിന്തയുടെ ആ തലമൊക്കെ അതിനൊരു താളമുണ്ട്. ആ താളം ഇങ്ങനെ വളർന്ന് വളർന്ന് ഇന്ന് ഇത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഓരോ ക്ലാസ്സുകളിലൂടെയും അങ്ങനെ എത്തുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ മനോജ് സാറിന്റെ ഈ ക്ലാസ്സിൽ എത്തി നിൽക്കുന്നത്. ഇവിടെ പലരും സാറ് പറഞ്ഞു, മറ്റുള്ളവരെല്ലാം കൂട്ടിച്ചേർത്തും പറഞ്ഞു. വലിയൊരു താളമുണ്ട്. നമ്മൾ ശാന്തമായി ചിന്തിക്കുമ്പോൾ ഈ ഭൗമ മണ്ഡലത്തിൽ താരങ്ങളും ഗ്രഹങ്ങളും ഇതെല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു താളം എവിടെങ്കിലുമൊക്കെ വെച്ച് ഒരു കൂട്ടിയിടിയോ ഒരു ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മള് അതിനൊരു അന്തമില്ലാതെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് അത് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഡിസംബർ 9 നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എൻ്റെ നാടുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത, ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. കായൽ രാജൻ മുരിക്കൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം മരിച്ചിട്ട് ഇന്ന് 50 വർഷം തികയുകയാണ്. 1940-കൾ, അതായത് രാജകുടുംബത്തിന്റെയൊക്കെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇവിടുത്തെ ഭക്ഷ്യക്ഷാമത്തെ മാറ്റുവാൻ വേണ്ടി രാജാവിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച ഒരു വലിയ അത്ഭുത മനുഷ്യനായിരുന്നു ഈ മുരിക്കൻ. അദ്ദേഹം ഈ വെള്ളത്തിന്റെ കീഴെ ആയിരക്കണക്കിന് ഏക്കർ നിലം നെല്ല് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തിയെടുത്തു. ഇത് താളമുണ്ടായിരുന്നു. കർഷക തൊഴിലാളികളും മറ്റ് ആളുകളുടെയും ഒക്കെ തന്നെ ഉള്ള ആ ഒരു താളവും ലയവുമായിരുന്നു. മുതലാളി തൊഴിലാളി എന്നുള്ള ആ ഒരു ചിന്ത അന്നില്ലായിരുന്നു. അന്ന് ഒരേ ഉദ്ദേശത്തിൽ എല്ലാവരും പ്രവർത്തിച്ചപ്പോൾ അത്ഭുതമുണ്ടായി. 1970-കളിലേക്ക് വന്നപ്പോൾ ഭൂമി നിയമം വന്നതൊക്കെ ചരിത്രം നിങ്ങൾക്കറിയുന്ന പത്രങ്ങൾ ചിലതൊക്കെ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഈ ഭൂമി മുഴുവൻ പിടിച്ചെടുത്തു. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും പിടിച്ചെടുത്തിട്ട് ആ മനുഷ്യൻ തകർന്നുപോയി. അദ്ദേഹം കാവാലത്ത് നിന്ന് തന്നെ നാട് വിടേണ്ടി വന്നു. തിരുവനന്തപുരത്ത് പോയി താമസിച്ചു. അവിടെ വെച്ച് അദ്ദേഹം 1974 ഡിസംബർ മാസം 9-ാം തീയതി 74-ാമത്തെ വയസ്സിൽ മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡിൽ കിടന്ന് മരിച്ചു. അന്നത്തെ വലിയ കോടീശ്വരനാന്ന് വെക്കണം. 100 ആളുകളാണ് ഡെയിലി ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിൽ നിന്ന്. ഒരു താളം തെറ്റിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരുന്ന നാടിന് വലിയ ഭംഗി അല്ലെങ്കിൽ ആസ്വാദ്യത, ക്ഷേമം പ്രദാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതിയെ എന്തിന്റെയൊക്കെയോ പേരിൽ ക്ലിപ്പിടുന്നത് പോലെ പിടിച്ചു നിർത്തിയപ്പോൾ അദ്ദേഹം മാത്രമല്ല തകർന്നു പോയത്. അതിനുശേഷം മര്യാദക്ക് ഇത് കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ചിത്തിര, മാർത്താണ്ഡം, റാണി എന്ന് പറയുന്ന 3 കായലും അദ്ദേഹത്തിന്റെ മാത്രമായിരുന്നു. ഈ 3 കായൽ പിടിച്ചെടുത്തിട്ട് 2 കൊല്ലം കഷ്ടിച്ച് കൃഷി ചെയ്തു. അതിനുശേഷം അത് തരിശായി പോയി. ഇവിടെ അന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടം 40-കളാന്ന് വിചാരിക്കണം. അന്ന് ഇവിടെ ഈ ടെക്നോളജി ഒന്നുമില്ല. ഒരു JCB ഇല്ല, ഒരു കുന്തവും ഇല്ല, ഒന്നുമില്ല. മനുഷ്യരെ കൊണ്ട് ഈ കൊടുങ്കാറ്റടിച്ച് ഈ കടല് പോലെ കിടക്കുന്ന വേമ്പനാട്ട് കായലിൽ കട്ടയിറക്കി ഈ ചെളി പിടിച്ച്, അതൊക്കെ നിങ്ങൾ വന്ന് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ആ സംഗതിയിൽ ഉണ്ടാക്കിയ ആ ധീര മനുഷ്യനെ കൂച്ചുവലം കിടാനായിട്ട് വലിയ പാടൊന്നും പെട്ടില്ല. പക്ഷെ ഇന്ന് ഒരു ചെറിയ മട വീണാൽ അത് കുത്താനായിട്ട് ഇവിടുത്തെ ഒരു എഞ്ചിനീയറെ കൊണ്ടും സാധിക്കുന്നില്ല. നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നിർക്കിപ്പിക്കുന്നില്ല. താളം തെറ്റിച്ചാൽ സംഗതി എല്ലാം അവതാളത്തിലാണ്. നമ്മൾ ഈ എടുത്ത വിഷയം ഒരു കുഞ്ഞു വിഷയമല്ല.
ഈ വിഷയത്തിന് വലിയ വലിയ വിപുലതയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് താളം തെറ്റിക്കാതെ പരമാവധി താളം തെറ്റിക്കാതെ ജീവിക്കാം. പ്രകൃതിയുടെ താളമാണ് ഇന്ന് ഏറെയും തെറ്റിക്കുന്നത്. മനുഷ്യന്റെ വികസനത്തിന്റെ പേരിൽ ഒക്കെ ഒരുപാട് താളം തെറ്റിക്കുന്നുണ്ട്. അതിന്റെ വിനയം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കൂടുതൽ കൂടുതൽ ചർച്ചയ്ക്ക് വഴിമരുന്നിടട്ടെ. നന്മയുള്ള ഒരു നല്ല വിഷയമാണ്. ചിന്തിക്കും തോറും കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും ഇതിന്റെ പുതിയ പുതിയ എപ്പിസോഡുകൾ കടന്നു വരട്ടെ. താങ്ക് യു മനോജ് സാറിന്, സാബു സാറിന്, ചർച്ചയിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നന്ദി. ഷീല മാം. താങ്ക് യു ജോഷ് സാർ. ഷീല മാം കേൾക്കും. സാറേ, ഞാൻ കേറിയപ്പോ കുറച്ച് കഴിഞ്ഞു പോയിരുന്നു. എങ്കിലും എനിക്ക് ഇതിന്റെ കാര്യം മനസ്സിലായി. എന്തിനും ഒരു പ്രപഞ്ച താളം ഉണ്ടെന്നുള്ളതാണ് സാറ് പറഞ്ഞു വെച്ചതെന്നാണ് എനിക്ക് ലാസ്റ്റ് കേട്ടതിൽ നിന്ന് എനിക്ക് തോന്നിയത്. സാറ് അങ്ങനെയല്ലേ പറയുള്ളൂ. സാറിന്റെ വാട്ടർ തെറാപ്പി അങ്ങനെയാണല്ലോ, അത് താളാത്മകമായിട്ടാണല്ലോ അത് പോകുന്നത്. അതുകൊണ്ടായിരിക്കണം. സാറേ, എന്റെ ഹസ്ബൻഡ് ഒരു ബുക്ക് എഴുതി, ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് സാറേ. ഇത് അതിൽ എഴുതിയിരിക്കുന്നത് പ്രപഞ്ചതാളം എന്നാണ്. പ്രപഞ്ചതാളം. അപ്പൊ സാറ് ഇത് പറഞ്ഞപ്പോ ഒരു ലേഖനമാ. അദ്ദേഹം ഒരു മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങള് ഇങ്ങനെ എഴുതി വെച്ചു. അപ്പൊ ഞാനിപ്പോ പോയി ആ ബുക്ക് എടുത്തുകൊണ്ട് വരികയായിരുന്നു സാറേ. അപ്പൊ സാറ് പറഞ്ഞതിനോട് സാമ്യം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അല്ല, ഒരു സെന്റൻസ് വായിക്കാം. ഈ പ്രപഞ്ചം ഒരു ജൈവ ഘടനയാണ്. അത് ഉൽപ്പാദിപ്പിക്കുകയും പ്രത്യുൽപാദിപ്പിക്കുകയും നശിപ്പിക്കുകയും നശിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ച് ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു അണുവിനും സാധ്യമല്ല എന്നാണ് പുള്ളി എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ്. അത് ഇതുമായിട്ട് സാമ്യമുണ്ടോ സാർ? അല്ല, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതിനകത്ത് എല്ലാം നമ്മൾ ഇന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ ഒരു എല്ലാം അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല വരികളാണ്. അതെ, കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നതും ഇത് നമ്മൾ ഇന്ന് പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് 100%-100%-ലധികം അതിനകത്ത് ബന്ധമുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും ഉണ്ട് സാറേ. ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് വായിച്ചു നോക്കിയിട്ടില്ല. പ്രൂഫ് റീഡിങ്ങിനെയൊക്കെ പുള്ളി എന്റെ കയ്യിൽ കൊണ്ട് തന്നു. ഞാനൊന്ന് ഓടിച്ച് വായിച്ച് വിട്ടു എന്നേ ഉള്ളൂ. അതിൽ പറയുന്നുണ്ട്, നാം ഇന്ന് കാണുന്ന ഈ പ്രപഞ്ച സംവിധാനം തന്നെയാണ് എന്നും നിലനിന്നിട്ടുള്ളത്. നാം അധിവസിക്കുന്ന ഭൂമി ഒരു ഗോളമാണെന്നും സൂര്യൻ ഒരു നക്ഷത്രമാണെന്നും ചന്ദ്രൻ ഒരു ഗോളമാണെന്നും പകൽ രാവ് എന്നിവ എങ്ങനെയുണ്ടാകുന്നുവെന്നും തീ, കാറ്റ്, മഴ, ഇടിമിന്നൽ എന്നിവ എങ്ങനെയുണ്ടാകുന്നുവെന്നും ശാസ്ത്രം കാര്യകാരണ സഹിതം സമർത്ഥിച്ചു. പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നിലും ഒരു ശാസ്ത്രീയ ഹേതു ഉണ്ടെന്ന് മനുഷ്യൻ തെളിയിച്ചു. എന്നാൽ അവനെ കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാത്ത പ്രതിഭാസങ്ങളും പ്രപഞ്ചത്തിലുണ്ടെന്നും അവയ്ക്ക് പിന്നിലും ശാസ്ത്രീയ കാരണങ്ങൾ ഉണ്ടെന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അവസാനത്തിൽ പറയുന്നുണ്ട്, കൊറോണ വന്നപ്പോൾ നമ്മളെ താളം തെറ്റിച്ചെങ്കിലും അതിൽ നിന്ന് മാറി നമ്മൾ വീണ്ടും ആ പഴയ താളത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രപഞ്ച താളം എന്ന് കണ്ടപ്പോ ഞാനിങ്ങനെ ഇതെടുത്തോണ്ട് വന്നു എന്നേ ഉള്ളൂ. ലേഖനകർത്താവ് ന്യൂസിലാണ്. ഞാൻ പറയാറില്ലേ പുള്ളിക്ക്. അല്ല മാഡം, ഒരു ചെറിയ ഇത് ഏത് ബേസിലാണ് ഹസ്ബൻഡ് ഈ ബുക്ക് എഴുതിയത്? പുള്ളി വെറുതെ അങ്ങനെ സബ്ജക്ട് എഴുതിയെന്നേ ഉള്ളോ, അതോ ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടോന്ന് എന്റെ ചോദ്യം. പുള്ളി പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത് ആരും ഈ പറയുന്ന രീതിയിലുള്ള പെട്ടെന്നല്ല ഈ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു എന്നൊക്കെ പറയുന്നല്ലോ. അപ്പൊ പുള്ളി പറയുന്നത് ഇതൊക്കെ പ്രപഞ്ചം ഉള്ളപ്പോഴേ ഉള്ളത് തന്നെയാണ് ഇതെല്ലാം. അപ്പം അതുപോലെ ഈ മതങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെന്നും എന്തിനെങ്കിലും ഒരു ഉത്തരം കിട്ടാതാകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് അതങ്ങ് പഴിചാരി വെക്കുന്നു എന്നും അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ പുള്ളിയുടെ മനസ്സിലുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരെണ്ണം എഴുതുന്നുണ്ട്. ഇത് ആരെയും കാണിക്കാനും ഒന്നുമല്ല, എന്റെ മനസ്സിലുള്ളത് ഞാനൊരു ബുക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ ബുക്ക് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു വീട്ടിൽ കിടക്കും എന്ന് വിചാരിച്ച് പുള്ളി ഒരു 100 കോപ്പി എടുത്ത് പുള്ളിയുടെ ഫ്രണ്ട്സിനും അടുത്തൊക്കെ ഉള്ളവർക്കും കൊടുത്തു. ബാക്കി ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ കവിതയും എഴുതിയിട്ടുണ്ട്. കുറെ കവിതകൾ പുള്ളി എഴുതി. അതുപോലെ ഇതൊരു ചെറിയൊരു ബുക്കാക്കിയിട്ട് അതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
അപ്പൊ പുള്ളിക്ക് കുറെ കാഴ്ചപ്പാടുണ്ട് സാറേ. നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളിക്ക് അതിനൊരു ന്യായീകരണം കാണും, അതിന് കറക്റ്റ് ആയിട്ടുള്ള കാര്യം കിട്ടുകയും ചെയ്യും. അപ്പൊ എനിക്ക് അപ്പൊ ഇതിപ്പോ സാറ് പറഞ്ഞതുമായിട്ട് നല്ല സാമ്യം തോന്നി, അതുകൊണ്ടാണ് ഞാൻ അത് വായിച്ചത് സാർ. അപ്പൊ സാബു സാറ് നമ്മള് പേര് പറഞ്ഞില്ല ഷീലാമ്മയുടെ ഹസ്ബൻഡിന്റെ ഷെറീഫ് പേര്? ഷെറീഫ് ഷെ- ഷെറീഫ് പുള്ളി ഓക്കെ. അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ട് റിട്ടയർ ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. റൈറ്റ്. ഇപ്പൊ സാബു സാറെ നമ്മുടെ ഷെറീഫ് സാറിനെ കൊണ്ട് ഒരു ക്ലാസ് എടുപ്പിക്കൂ, അദ്ദേഹത്തിന്റെ സബ്ജക്റ്റുകള്. ശരിക്കും പല കാര്യങ്ങളും ഓരോന്നും അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായില്ലേ? അതെ അതെ. അപ്പൊ ഈ ബുക്ക് അങ്ങനെ അവിടെ മാത്രം ഇരിക്കാനുള്ളതല്ല, ഇത് പബ്ലിഷ് ചെയ്യണം, ഇത് ജനങ്ങളിൽ എത്തണം. അതിനകത്ത് അല്ല എഴുതിയിരിക്കുന്ന സാറേ, ഒരു കാര്യങ്ങളെല്ലാം ചെറിയൊരു അത് ആളുകൾക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ചെറുതായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു 5 പേജേ ഉള്ളൂ ഇത്. അല്ല, സ്റ്റേജ് മതി, പാം 5 പേജ്. വിചാരിച്ചാലേ ഷെരീഫ് സാറിന്റെ ക്ലാസ് കിട്ടുള്ളൂ. വേറെ ആരും വിചാരിച്ചാലും നടക്കില്ല. ഇവിടെ അപ്പൊ ഇതിന്റെ തൽക്കാലം അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഇടും. അതെ, ഇതിന്റെ സോഫ്റ്റ് എന്റെ കോപ്പി ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലിടും, ഞങ്ങൾക്കും വായിക്കാമല്ലോ. ഇടാ സാറേ, ആ, ഇടാ ഇടും, ഇടാ തീർച്ചയായിട്ടും. ഇടാ. നല്ല കാര്യം. അപ്പൊ ഞങ്ങളുടെ അടുത്ത വകയായിട്ടുള്ള മീറ്റിംഗ് വരുമ്പോ അഭിനന്ദനങ്ങളും ഒക്കെ. കേട്ടോ, അടുത്ത മീറ്റിംഗ് വരുമ്പോ ഈ ബുക്ക് കെട്ടോടുകൂടി കൊണ്ടുവരിക. അപ്പൊ ഷെരീഫ് സാറിന് ഞങ്ങളുടെ വകയായിട്ടുള്ള എല്ലാവരുടെ വകയായിട്ടുള്ള ഒരു അഭിനന്ദനങ്ങളും ഒരു ഹായും പറഞ്ഞേക്ക് ഷീല മാഡം. പറയാം സാറേ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ചർച്ച എങ്ങനെ കേൾക്കണ്ടായിരുന്നു ഷെരീഫ് സാറ്. അതെ അതെ. ഈ പിന്നെ ഞാൻ ഈ ബുക്ക് എടുത്തോണ്ട് പോയി. സ്വിച്ച് ഓഫ് ചെയ്യോ? ടിവിയുടെ സ്വിച്ച് ഓഫ് നാളെ ഇതിന്റെ യൂട്യൂബ് ഒന്ന് കേൾപ്പിക്കണേ. സാറേ, ഞാൻ ഓർക്ക് വൈഫൈ ഓഫാക്കി പിന്നെ അത് വരിസംഖ്യ കൊടുക്കാതിരുന്നാൽ എന്ത് നോക്കിയാൽ എങ്ങനെയാണെന്ന് നോക്കുക. കാരണം ഓരോ നിമിഷത്തിലും നടക്കുന്ന മാറ്റം പുള്ളിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ ന്യൂസ് ഇട്ടൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കേട്ടിട്ടാണ് അടുത്ത കാര്യങ്ങൾക്ക് പോകുന്നത്. ഓക്കെ. മനോജ് സാറിന്റെ ക്ലാസ് ഒരു നഷ്ടായി, ഞാൻ തിരക്കിപ്പെട്ട്. പക്ഷെ ക്ലാസിന്റെ സമ്മറി വളരെ രസകരമായി അതിന്റെ ഫീഡ്ബാക്കിലൂടെ അറിയാൻ കഴിഞ്ഞു. നല്ല സന്തോഷമുണ്ട്. അപ്പൊ സാറിന് ഹൃദയത്തിന്റെ താളലയത്തിൽ തന്നെ ഒരു നന്ദി അർപ്പിക്കുകയാണ്. അപ്പൊ പ്രകൃതിയിലെ കാറ്റിനും ഒഴുക്കിനും അതുപോലെ മഴ, കാലാവസ്ഥ, ഹൃദയത്തിനും എല്ലാത്തിനും, ശ്വസനത്തിനും എല്ലാത്തിനും അതിൻ്റെതായ ഒരു താളമുണ്ട്. ഒരു ചെടിയുടെ ഇലയ്ക്കുണ്ട്, ആ കാറ്റിലെ വൈബ്രേഷനിലുണ്ട് ഒരു താളം. ഒരു പൂച്ചയുടെ ചലനത്തിനുണ്ട്. ഓരോ ജീവിയുടെയും ഓരോ മനുഷ്യന്റെയും സംസാര ഭാഷയ്ക്കും അവന്റെ നടത്തത്തിനും ഇരുത്തത്തിനും അതുപോലെ അവന്റെ ചിന്തയ്ക്കും അവന്റെ പോസിറ്റിവിറ്റിക്കും ഭക്ഷണ രീതിക്കും എല്ലാത്തിനും ഈ താളം ഞാൻ ചെറുപ്പം മുതല് ഉറുമ്പിന്റെ സഞ്ചാരത്തിന്റെ താളൊക്കെ നോക്കി നടക്കണ മനുഷ്യനാ. ഈച്ചയുടെ പറക്കലിന് എല്ലാത്തിനും ഈ വൈബ്രേഷൻ എല്ലാം നമ്മളെ മുന്നിൽ കാണുന്നതിന്. അതുപോലെ ഓരോരുത്തരെ ശരീരഭാഷയുടെ ആ മൂവ്മെന്റിനുണ്ട് ഒരു താളം. അപ്പൊ സംഗീതത്തിൽ മാത്രല്ല, അപ്പൊ നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി മുഴുവൻ ഒരു സംഗീതത്തില് ആറാടി കുളിച്ചുകൊണ്ട് ഒരു താളലയ സാന്ദ്ര സംഗീതാണ് നമുക്കിങ്ങനെ ഒരു ഏകാന്തതയിൽ ഇരിക്കുമ്പോ വെറുതെ യൂണിവേഴ്സിറ്റി നോക്കിയിരിക്കും. നമുക്ക് എല്ലാത്തിനും മേഘത്തിന്റെ ചലനവും പക്ഷികളുടെ പറക്കത്തിൽ എല്ലാത്തിലും കാണാം താളലയം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് അങ്ങോട്ട് വിട്ട് ഐസൊലേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയായിട്ടൊരു അറ്റാച്ച്മെന്റിന് ഡിറ്റാച്ച്മെന്റ് വരികയും ചെയ്യും. നമ്മൾ അതിൽ നിന്ന് ഒരു ഫ്രസ്ട്രേഷൻ അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ശ്വസന താളത്തിൽ നിന്ന് നമ്മൾ വിടും, ബോഡിയുടെ ബയോളജിക്കൽ ഋതത്തിൽ നമ്മൾ വിടും. അപ്പൊ നമുക്ക് വരുന്ന രോഗാവസ്ഥയെ കുറിച്ചോ നമ്മൾ ആ ഫ്രസ്ട്രേഷൻ നമ്മളെങ്ങനെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾക്ക് കഞ്ചക്ഷൻ വരണമെന്ന ഒക്കെ നമ്മൾ ഡിറ്റാച്ച്മെന്റ് ആവും. സോളായിട്ടും ആ പ്രസന്റ് മൊമെന്റ് ആയിട്ടൊക്കെ ഡിറ്റാച്ച്മെന്റ് ആയിട്ട് അങ്ങനെ വേറൊരു അവതാളത്തിൽ പോകും. ആ അവതാളമാകുമ്പോഴാണ് നമുക്ക് താളവട്ടം വരുന്നതും നമ്മൾ മെന്റൽ പേഷ്യന്റ് ആവുന്ന എപ്പോഴും എനിക്ക് തോന്നും. അത് സാറിന്റെ ക്ലാസ്സിന്റെ സമ്മീന്ന് മനസ്സിലായത് അത് തന്നെയാണ്. അപ്പൊ ഈ ഇപ്പൊ നദിയിലെ ഒഴുക്ക് പുഴനെ നോക്കി അറിയാം. ചിലപ്പോ ഭയങ്കര രുദ്രാക്ഷ എന്താ ഒരു ഭദ്രകാളി പോലെയാണ് ഒഴുകി വരാ. ചിലപ്പോ വളരെ സാന്ദ്ര സംഗീതമായിട്ട് ഒഴുകുക, ചിലപ്പോ കുത്തൊഴുകിട്ടാ വരാ. മഴ നോക്കിയാലും കാണാം ഭദ്രകാളി പോലെ വരും, വളരെ നല്ല സുഹൃത്തായിട്ട് ഭയങ്കര സാന്ത്വനായിട്ട് വരും.
വളരെ കുളിർമഴയായിട്ട് വരും. പ്രണയമഴ, തോരാമഴ, സ്നേഹമഴ, പെയ്ത് തീരാത്ത വിരഹമഴ, അങ്ങനെ പല തരത്തിൽ വരും. അപ്പൊ അങ്ങനെ ജീവിതം മുഴുവൻ ഒരു താളലയ സംഗീത സാന്ദ്രമാകട്ടെ സാറിനും സാബു സാറിനും എല്ലാവർക്കും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഗോപകുമാർ സാർ ഉണ്ടോ? ഗോപകുമാർ സാർ, സാർ അൺമ്യൂട്ട്. നമസ്കാരം. പ്രകൃതിയെ നമ്മൾ പ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതുകൊണ്ട് അതിന് പ്രപഞ്ചം എന്ന് പറയുന്നത്. മനുഷ്യനൊഴിച്ചുള്ള എല്ലാ ജീവജാലങ്ങളും ആ ഋതത്തിലാണ് പോകുന്നത്. മനുഷ്യൻ മാത്രമേ ഉള്ളൂ വിവേകമില്ലാത്ത ഒരു ജീവി. അനേക ലക്ഷം ജീവികളുള്ളിൽ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യൻ മാത്രം വിവേകമില്ല, അത് മാത്രം തെറ്റിക്കുന്നുണ്ട്. ഋതം ജീവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കും. ഇന്ന് ന്യൂ ജനറേഷനുള്ള ന്യൂ ജനറേഷനുള്ള ആളുകളെല്ലാം വ്രതം തെറ്റിച്ചാണ് ജീവിക്കുന്നത്. അവരതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സാറിന് ബാക്കി ക്ലാസ്സുകൾ വന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇനി സാറ് വീണ്ടും ഇതിനെ കുറിച്ച് ക്ലാസ് വിശദമായിട്ട് നല്ല ക്ലാസ്. ഫോൺ ശരിയല്ല. ഓക്കെ, ജോർജ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? ഓമന ടീച്ചർ, ജിത മാം. താങ്ക് യു സർ. പേര് കേട്ടപ്പോൾ തന്നെ നല്ലൊരു ക്ലാസ് ആണെന്ന് ആ പേരിൽ തന്നെ തോന്നി. അതുപോലെ ആവുകയും ചെയ്തു. നമ്മൾ ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് വന്നപ്പോൾ പറഞ്ഞു, ഒരാൾക്ക് പിഴ അടയ്ക്കേണ്ടി വന്നു 5000 രൂപ പാമ്പേഴ്സ് കത്തിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ആലോചിക്കുക, ഈ ഭൂമിയിലോട്ട് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ പാമ്പേഴ്സ്. അത് പിന്നെ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ എടുക്കൂല. പിന്നെ ഭൂമിയിൽ ഇട്ടാലും വെള്ളം വീണാൽ അത് വീർത്ത് വരും. എല്ലാവർക്കും അറിയാം. കത്തിച്ചാൽ പൊല്യൂഷനാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എങ്ങനെ ഇത് വേസ്റ്റ് ആണല്ലോ, ഇത് ഭൂമിക്ക് ഭാരാണല്ലോ എന്ന് ചിന്തിക്കാൻ പോലും അഭ്യസ്ത വിദ്യർക്ക് കഴിയാത്ത ഒരവസ്ഥ. അപ്പം പ്രകൃതിക്ക് അധികം ആഘാതം കൊടുക്കരുത് എന്ന് ചെറിയ ക്ലാസ് മുതലേ പ്രകൃതിയെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന ആഘാതം ശരിയല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഏതെങ്കിലും അധ്യാപകർക്ക് സ്വയം തോന്നിയാൽ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ സിലബസിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. അതങ്ങ് പഠിപ്പിച്ചു പോവുകയേ ചെയ്യുന്നുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പഠിപ്പിച്ചു പോവുക, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക എന്നുള്ള ഒറ്റ പരിപാടി ആയതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു അവബോധം കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തന്നെയാണ് അതിനൊക്കെ ഉത്തരവാദി. ഞാനൊരു ഉദാഹരണമായിട്ട് പാമ്പേഴ്സ് പറഞ്ഞതേ ഉള്ളൂ. പ്രകൃതിക്ക് ആഘാതം കൊടുക്കാതെയുള്ള വികസനമാണ് സുസ്ഥിര വികസനം. സർക്കാരിൻ്റെ സബ്ജക്റ്റും സുസ്ഥിര വികസനം തന്നെയാണ്. അത് കടലാസിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഈ മൊത്തം ഇരുട്ടാ, അപ്പോൾ ഒരു മെഴുകുതിരി സാറ് കത്തിക്കുവാണ് എന്നാ തോന്നിയത്. ചിലപ്പോൾ തോന്നും ആ മെഴുകുതിരി കൊണ്ട് പ്രയോജനം ഉണ്ടോ, പക്ഷെ നമ്മളായിട്ട് ആ ഒരു മെഴുകുതിരി കത്തിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഇതൊക്കെ ഇവിടെ പോരാ ഇങ്ങനത്തെ ചിന്തകളൊക്കെ. ഷെരീഫ് സാറൊക്കെ ചിന്തിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഷെരീഫ് സാറിനെ എൻ്റെ ഹസ്ബൻഡ് അറിയുമായിരിക്കും. ഹസ്ബൻഡും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ നിയമം ലംഘിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന മലയാളികളും നമ്മുടെ തലമുറയും നമ്മളല്ലാതെ നമ്മളെപ്പോഴും നമ്മുടെ പുതിയ ജനറേഷനെ പറയും, നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയൊക്കെയാണ്. അതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമായിരിക്കും. അനുഭവിക്കുമ്പോൾ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം. താങ്ക് യു സർ, നല്ല ക്ലാസ് ആയിരുന്നു. ഇങ്ങനെയുള്ള പുതിയത് എന്ന് പറഞ്ഞാൽ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ താങ്ക്സ് പറയാൻ തോന്നുന്നു. സാബു സാറിനും താങ്ക്സ് പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു മാഡം. താങ്ക് യു. വിൻസെന്റ് സാർ എന്തെങ്കിലും പറഞ്ഞോണ്ടോ? വിൻസെന്റ് സാർ. ഞാൻ പറഞ്ഞു സാറേ. സാർ എന്തോ പറയാൻ വേണ്ടി വന്നു ചോദിച്ചു.
ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞു. ഓക്കെ. ഉലകണ്ണൻ സാറും എന്തോ പറയാൻ. ഓക്കെ, മോഹൻദാസ് സാർ അപ്പോൾ കൺക്ലൂഡ് ചെയ്യൂ. സോറി, മനോജ് സാർ കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പം ഈ സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ വളരെ വാലിഡിറ്റിയുള്ള അഭിപ്രായങ്ങളാണ്. ഞാനിന്ന് പറഞ്ഞ കണ്ടന്റേ ഉള്ളായിരുന്നു. പക്ഷേ അതിലപ്പുറം ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് വന്ന അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും ഒക്കെ ഈ ഒരു സബ്ജക്റ്റിന് എന്താണ് കുറച്ചുകൂടെ കളർ കൂട്ടിയെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എല്ലാവരിലും ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അവബോധത്തിൽ ആണ് നമുക്കൊക്കെ ഇനിയും വരേണ്ടത്. നമ്മുടെ ഈ കാലഘട്ടവും നമ്മുടെ ഇനിയും വരാൻ പോകുന്ന തലമുറയ്ക്കൊക്കെ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഒരു താള ലയത്തിൽ ജീവിക്കും എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടും. എല്ലാ തരത്തിലും ഈ പറഞ്ഞ എല്ലാ തരത്തിലും നമ്മുടെ ഭൗതിക ആത്മീയ തലങ്ങളിലൊക്കെയും അത് മെച്ചം ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പം കമന്റ് പറഞ്ഞ ഫീഡ്ബാക്ക് പറഞ്ഞ വളരെ മനോഹരമായി ഇത് കളർഫുൾ ആക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സാർ. ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. അപ്പൊ നാളെ നമുക്ക് കഥയുടെ താളത്തിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഉലകണ്ണൻ സാറാണെന്ന് തോന്നുന്നു കഥ പറയുന്നത്. ഓക്കെ, അപ്പൊ നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭരാത്രി. സാറേ, ഒരു കാര്യം കൂടിയല്ലേ സാറേ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമില് ഷെരീഫ് സാർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ബുക്കാണ്. ഒരു സെക്കൻഡ് കൊണ്ട് അത് സാറിന്റെ ബുക്കും വൈറലായ ഒരു വലിയ കാര്യം കൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിൽ സംഭവിച്ചത്. അതിന് ഒരുപാട് അത് നമ്മൾ ഇനിയും വൈറലാക്കും. തീർച്ചയായിട്ടും വൈറലാക്കണം. തീർച്ചയായിട്ടും സാറിനെ നമുക്ക് താങ്ക് യു സാബു സാർ. പക്ഷേ അല്ല സാറേ, രസം അതല്ലേ, ഗ്രന്ഥകർത്താവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എങ്ങനെ വൈറലാക്കാന്നുള്ള ഒരു ടോപ്പിക്കിൽ ഇത്ര എടുത്തേ പറ്റൂ. ഷെരീഫ് സാറിന്റെ നമ്പർ ഒന്ന് ഞങ്ങൾക്ക് അയക്കൂ. ഷെരീഫ് സാറിനെ വൈറലാക്കണ കാര്യം സാറ് ഏറ്റു. അതെ, സാബു സാർ തന്നെ മുൻകൈ എടുക്കണത്. നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും അതിന്. നമുക്കൊരു ദിവസം ഷെരീഫ് സാറിനെ 5-6 പേര് സാറിനെ വിളിക്കും. അതോടുകൂടി സാറ് ശരിയായിക്കോളും. ഷെരീഫ് സാർക്ക് ഇപ്പൊ തന്നെ വിളിച്ചു. അല്ല സാറേ, വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ഒരാളാണ് പുള്ളി. അതുകൊണ്ട് പുള്ളിക്ക് ഇനി സന്തോഷം തേടി പോകേണ്ട കാര്യമില്ല. അത് കേട്ടതിലും സന്തോഷമുണ്ട് നമുക്ക്, അല്ലേ? ശരിക്കും അതുകൊണ്ടല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും മനോഹരമായി പാട്ട് പാടുന്നതുകൊണ്ടല്ലേ ഈ സന്തോഷത്തിന്റെ ആ താളം കിട്ടുന്നത്. ഇവരുടെ സാബു സാറേ, ഇവരുടെ ഒരു പ്രോഗ്രാം, ഒരു മ്യൂസിക് പ്രോഗ്രാം വെക്കണേ നമുക്ക് രണ്ടുപേരുടെ പ്ലാറ്റ്ഫോമിലേ. പ്ലാറ്റ്ഫോമിലല്ല, നമുക്കൊരു ഓഫ്ലൈൻ പ്രോഗ്രാം വെക്കാം സാറേ. ആലപ്പുഴയിലെ സാറേ, ആലപ്പുഴയിലെ ചിത്ര യേശുദാസാട്ടോ. പക്ഷെ വിചാരം ആൾക്കാരുടെ ഈ ലതാ മങ്കേഷ്കറാന്നാ വിചാരം. പക്ഷെ സാറേ ചെറുതായിട്ട് പാടുകയുള്ളൂ സാറേ, അല്ലാതെ ഈ ഉഷ ഇതൊക്കെ പറഞ്ഞ് എന്നെ കളിപ്പിക്കാൻ വേണ്ടിയാ ഇതൊക്കെ പറയുന്നത്. വിളിച്ചത് ആലപ്പുഴയിലെ ചിത്ര സാറേ. ഡ്രം വായിക്കാൻ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ മനോജ് സാറുണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ എന്താ കുഴപ്പം? അതെ, അല്ല സാറേ, ഇവരുടെ പ്രോഗ്രാമിന് നമ്മൾ ഫുൾ ഓർക്കസ്ട്ര കൊടുക്കും, ലൈവ് ഓർക്കസ്ട്ര. ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. സാറേ, അടുത്ത മാസം ജനുവരിയില് ആലപ്പുഴയിൽ വെച്ച് നമ്മുടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ യു വിൽ സീ ദാറ്റ്. യെസ്, നമുക്ക് ലൈവ് മ്യൂസീഷ്യൻസ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റങ്ങള്, നമുക്കൊരു ഇവന്റ് മാനേജ്മെന്റ് തന്നെ ചെയ്യാം സാബു സാർ. ഷീലാമാമും ഷെരീഫ് സാറും പാടിയില്ലേ, ഞങ്ങൾ പാടും. ഞങ്ങൾ പാടും. അതിനുള്ള ആലപ്പുഴക്കാര് പാവങ്ങളാ. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം ആലപ്പുഴയിലുള്ളവർ നല്ല മനുഷ്യരാ. അവരെ നമ്മൾ പാടി കൊല്ലരുത്. അവർക്ക് വേണ്ടിയല്ലോ, നമുക്ക് വേണ്ടിയല്ലേ. നമ്മള് ഗ്രൂപ്പ് അതിനുള്ള ടീച്ചർ വരുത്താതിരുന്നാ നല്ലത്. ഞങ്ങള് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഫിക്സ് ചെയ്തു. ജാനുവരി 2025 ജാനുവരി മാസം ആലപ്പുഴയിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഞാനുണ്ടാവും സാറേ.
ഞാനും കോറസ് എന്റെ പാടാൻ ഞാനും ആളുണ്ട്. അതെ അതെ എന്റെ ഉം. സാറേ ഇതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. പുള്ളി ചോദിക്കുന്നത് ഞാൻ ഈ ബുക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്നെ സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും അറിഞ്ഞില്ല, ഞാനൊന്നും ടീച്ചർ ഒന്നും അറിഞ്ഞിട്ടില്ല. സാബു സാർ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും. ഓക്കെ, അതൊക്കെ ഞങ്ങൾ നമ്പർ ഒന്ന് അയച്ചു തന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് ഗുഡ് വീണ്ടും നൈറ്റ് സർ, കഥയും ഗുഡ് നൈറ്റ് എല്ലാവർക്കും. താങ്ക് യു മനോജ് ഒരിക്കൽ സർ. കൂടി ശുഭരാത്രി. ഗുഡ് നൈറ്റ്. സീ യു. ഗുഡ് നൈറ്റ് ബൈ. ശുഭരാത്രി. ഗുഡ് നൈറ്റ് സർ. റോയ് സാർ പറഞ്ഞല്ലോ, റോയ് Good സാർ night. എന്നെ കണ്ടല്ലോ.